നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ കുങ്കുമം എടുക്കുക, അല്ലെങ്കിൽ ഈ ഭസ്മം എടുക്കുക. ഇതും പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ഒരു കൈയിൽ കുങ്കുമവും ഒരു കൈയിൽ ഭസ്മവും അവളുടെ നേർക്ക് നീട്ടി. തന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് പത്മാവതി കുങ്കുമം എടുത്തു. ഭദ്രകാളി തുടർന്നു. ഈ രഹസ്യം എനിക്കും നിനക്കും അല്ലാതെ മറ്റൊരാൾക്ക് കൂടി അറിയാം. ഇത് നീ ഒരാളോടും പറയരുത്. അങ്ങനെ നീ പറഞ്ഞാ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ മരിച്ചു വീഴും. പറയാതിരുന്നാ ഈ ലോകം തന്നെ ഭരിക്കുന്ന മഹാവീരനായി അവൻ മാറും. കൃത്യം 10 മാസത്തിൽ പത്മാവതിക്ക് ആൺകുട്ടി ജനിച്ചു. പാഞ്ചാല ദേശം മുഴുവൻ ആഘോഷത്തിൽ ആറാടുമ്പോൾ ഭദ്രകാളി പറഞ്ഞതുപോലെ മറ്റാരോടും പറയാതെ പത്മാവതി അപ്രത്യക്ഷയായി. കുഞ്ഞ് ജനിച്ചതറിഞ്ഞ് സന്തോഷത്തിലായിരുന്ന അരുണേന്ദ്രൻ മഹാറാണിയെ കാണാതായതറിഞ്ഞ് തകർന്നു പോയി. 4 പാടും അന്വേഷിച്ചിട്ടും റാണിയെ കണ്ടെത്താതായതോടെ റാണി മരിച്ചു എന്ന് കരുതി ക്ഷേത്രം പോലെ ഒരു കല്ലറ രാജാവ് പണിതു. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ നീ തന്നില്ല? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഈ പാഞ്ചാല ദേശത്തിന്റെ റാണിയാണ് എന്ന് അറിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഈ രാജ്യത്തിന്റെ രാജാവായ എന്റെ ഭർത്താവിനെ എല്ലാവരും അപമാനിക്കുവാണ്. ഈ പാഞ്ചാല ദേശത്തിന് ഒരു അവകാശിയെ കൊടുക്കാനാവാതെ ഇങ്ങനെ ദിവസം മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ ഈ സന്നിധിയിൽ സ്വയം ജീവൻ ഒടുക്കുന്നതാണ്. ഇതും പറഞ്ഞുകൊണ്ട് പാഞ്ചാല ദേശത്തിന്റെ റാണി പത്മാവതി കൊള്ളിമലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലെ ത്രിശൂലത്തിന്റെ നേർക്ക് പാഞ്ഞു. പെട്ടെന്ന് ഇടിമിന്നലോടെ പ്രകൃതി മാഞ്ഞു. എവിടെ നിന്നോ ഒരു കൈ വന്ന് അവളെ തടഞ്ഞു. ആ രൂപം കണ്ട് മഹാറാണി ഞെട്ടിപ്പോയി. 20 കൈകളിലും ആയുധവുമായി അവളുടെ കുലദൈവമായ ഭദ്രകാളി തന്നെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പത്മാവതി, നീ എന്താ ചെയ്യാൻ പോകുന്നത്? മരണം ഒന്നിനും അവസാനമല്ല പത്മാവതി. ഭദ്രകാളി പറഞ്ഞത് കേട്ട് കണ്ണീരോടെ അവൾ എഴുന്നേറ്റു. അമ്മേ, എനിക്ക് മാപ്പ് തരും. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും എനിക്കൊരു കുഞ്ഞില്ല. എല്ലാവരും എന്നെ മലടി എന്ന് വിളിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരാളല്ല എന്ന് പറയുകയാണ്. ഇതും കേട്ട് ഈ ജീവനം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു ദിവസം പോലും ഇല്ലാതെ എന്നും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും അമ്മ എന്നോട് ഒരു കരുണയും കാണിച്ചില്ലല്ലോ. ഒന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെത്താം, അല്ലെങ്കിൽ എന്നൊന്ന് കൊന്നുകള. പത്മാവതി പറഞ്ഞത് കേട്ട കാളി പുഞ്ചിരിച്ചു. നിനക്ക് കുഞ്ഞിനെ തരുന്നതിൽ ഒരു പ്രശ്നവും. പക്ഷെ നിന്റെ ജാതകം അനുസരിച്ച് കുഞ്ഞ് ജനിച്ച അടുത്ത നിമിഷം നിന്റെ ഭർത്താവ് മരണപ്പെടും. കുഴപ്പമില്ലേ? അത് കേട്ട് പത്മാവതി ആകെ തകർന്നു പോയി. എന്തൊരു വിധിയാണ് ഇതമ്മ! എനിക്ക് കുഞ്ഞ് ജനിക്കില്ല എന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് കരുണയും സ്നേഹവും പ്രേമവും കാണിക്കുന്ന എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ കുരുതി കൊടുക്കും? കുഞ്ഞിന് വേണ്ടി എന്റെ ജീവൻ തരാം, പക്ഷെ എന്റെ ഭർത്താവിന്റെ ജീവൻ തരാനാവില്ല. ഇതിന് മറ്റു വഴികളില്ലേ അമ്മ? പത്മാവതിയുടെ കണ്ണുനീർ കണ്ട കാളി പറഞ്ഞു. മറ്റൊരു വഴിയുണ്ട്, പക്ഷേ കുലദൈവം ഭദ്രകാളി ആലോചിക്കുന്നത് കണ്ട് പത്മാവതി പറഞ്ഞു. അതെന്തായാലും ഞാൻ തയ്യാറാണ്. എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ തരാം അമ്മ. ഭദ്രകാളി അതിന് മറുപടി കൊടുത്തു. 10 മാസത്തിനുള്ളിൽ നിനക്കൊരു ആൺകുട്ടി ജനിക്കും. എന്നാ ആ കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പ് തന്നെ നീ ഈ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചു വീഴും. അതോടെ ഈ നാട് മുഴുവനും നാശമാകും. അത് കേട്ടതും തലയിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. ഇത്രയും വർഷവും ഒരു കുഞ്ഞിനായി അലഞ്ഞ അവൾക്ക് താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലുമില്ലല്ലോ. വേദനയോടെ നിന്ന് അവളെ കണ്ട ഭദ്രകാളി തുടർന്നു. നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ കുങ്കുമം എടുക്കുക, അല്ലെങ്കിൽ ഈ ഭസ്മം എടുക്കുക. ഇതും പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ഒരു കൈയിൽ കുങ്കുമവും ഒരു കൈയിൽ ഭസ്മവും അവളുടെ നേർക്ക് നീട്ടി. തന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് പത്മാവതി കുങ്കുമം എടുത്തു. ഭദ്രകാളി തുടർന്നു. ഈ രഹസ്യം എനിക്കും നിനക്കും അല്ലാതെ മറ്റൊരാൾക്ക് കൂടി അറിയാം. ഇത് നീ ഒരാളോടും പറയരുത്. അങ്ങനെ നീ പറഞ്ഞാ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ മരിച്ചു വീഴും. പറയാതിരുന്നാ ഈ ലോകം തന്നെ ഭരിക്കുന്ന മഹാവീരനായി അവൻ മാറും. ഈ മോതിരം അവനുള്ളതാണ്. 10ാമത്തെ വയസ്സിൽ ഇത് അവന് കിട്ടുന്നത് പോലെ നീ വേണ്ടത് ചെയ്യ. നിനക്ക് ഒരവസരം കൂടി തരാം. അവന്റെ ജീവിതത്തിൽ അവൻ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു നിമിഷത്തിൽ അവനെ സഹായിക്കാൻ നിനക്കൊരു അവസരം കിട്ടും. കാലം നിന്നെ നിന്റെ മകന്റെ അടുത്തെത്തിക്കും. ഇതും പറഞ്ഞ് ഭദ്രകാളി മടങ്ങിയതും ഛർദിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് പത്മാവതി അവിടെ വീണു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ പാഞ്ചാല ദേശത്തിന്റെ അരമനയിലായിരുന്നു. മൊത്തം പാഞ്ചാല ദേശവും മഹാറാണി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന്റെ ആഘോഷത്തിലായിരുന്നു. രാജാവ് അരുണേന്ദ്രൻ വളരെ സന്തോഷത്തിലായിരുന്നു. കൃത്യം 10 മാസത്തിൽ പത്മാവതിക്ക് ആൺകുട്ടി ജനിച്ചു. പാഞ്ചാല ദേശം മുഴുവൻ ആഘോഷത്തിൽ ആറാടുമ്പോൾ ഭദ്രകാളി പറഞ്ഞതുപോലെ മറ്റാരോടും പറയാതെ പത്മാവതി അപ്രത്യക്ഷയായി. കുഞ്ഞ് ജനിച്ചതറിഞ്ഞ് സന്തോഷത്തിലായിരുന്ന അരുണേന്ദ്രൻ മഹാറാണിയെ കാണാതായതറിഞ്ഞ് തകർന്നു പോയി. 4 പാടും അന്വേഷിച്ചിട്ടും റാണിയെ കണ്ടെത്താതായതോടെ റാണി മരിച്ചു എന്ന് കരുതി ക്ഷേത്രം പോലെ ഒരു കല്ലറ രാജാവ് പണിതു. രാജാവ് തന്റെ മകന് അമരേന്ദ്രൻ എന്ന് പേരിട്ടു. 20 വർഷങ്ങൾ കടന്നുപോയി. അമരേന്ദ്രൻ ഒരു മഹാവീരനായി വളർന്നു. പാഞ്ചാല ദേശത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമായ മഹാചക്ര പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. മഹാചക്ര പരീക്ഷ എന്ന് പറയുന്നത് 1000 കിലോ തൂക്കമുള്ള ഇരുമ്പിൽ തീർത്ത തൂണ് ഒറ്റയ്ക്ക് എടുത്തുയർത്തി മരണം പോലും സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നും കൃത്യമായി സ്മൃതി മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുക എന്നതാണ്. അപ്പോൾ ആകാശത്ത്
9 നക്ഷത്രങ്ങൾ തെളിയും. അത് തെളിഞ്ഞാൽ അവൻ മഹായോദ്ധാവായി അംഗീകരിക്കപ്പെടും. അയാളാകും രാജ്യത്തെ ഭരിക്കേണ്ടത്. ഒരു നക്ഷത്രം കുറഞ്ഞാൽ പോലും മത്സരത്തിൽ പരാജയപ്പെട്ടതായി കണക്കാക്കും. രാജ്യത്തിന് മുഴുവൻ അറിയാമായിരുന്നു അമരൻ മാത്രമേ ഇതിൽ വിജയിക്കൂ എന്ന്. എന്നാൽ അമരനെ കാത്ത് മറ്റൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. മത്സരത്തിന് മുൻപുള്ള ദിവസത്തിൽ കടുത്ത പരിശീലനത്തിലായിരുന്നു അമരൻ. ഈ സമയം കൊട്ടാരത്തിന്റെ ആസ്ഥാന രാജഗുരു പരിഭ്രാന്തിയോടെ രാജസദസ്സിലേക്ക് ഓടി വന്നു. മഹാരാജൻ, ആകാശത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു വാൽ നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാ. തെക്ക് ഭാഗത്ത് വാൽ നക്ഷത്രം വന്നാൽ അതിനർത്ഥം രാജകുടുംബത്തിന് ദോഷമെന്നാണ്. നമ്മുടെ രാജകുമാരന് പോലും എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം രാജൻ. രാജകുടുംബത്തിലുള്ളവരാരും ഒരു മത്സരത്തിലും, പ്രത്യേകിച്ച് ആയോധന മത്സരങ്ങളിൽ പങ്കെടുത്താൽ വലിയ അപകടം സംഭവിക്കും. രാജഗുരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സദസ്സിലേക്ക് കടന്നു വന്ന അമരേന്ദ്രൻ ഇത് കേട്ട് കോപാകുലനായി. രാജഗുരു, എന്ത് പിച്ചും പേയ പറയുന്നത്? ഈ മത്സരത്തിന് വേണ്ടി 10 വർഷമായി ഞാൻ പരിശീലിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹാചക്ര പരീക്ഷയിൽ ഞാൻ മത്സരിച്ചിരിക്കും. അമരൻ പറഞ്ഞത് കേട്ട അരുണേന്ദ്രൻ ഭയന്നുപോയി. രാജഗുരുവിന് ജ്യോതിശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അതേസമയം തന്റെ മകന്റെ കരുത്തിലും രാജാവിനൊരു സംശയവുമില്ലായിരുന്നു. മഹാരാജാവ് ആശയക്കുഴപ്പത്തിലായി. അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പങ്കെടുത്താൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കും, ഉറപ്പ്. രാജഗുരു പറഞ്ഞത് അമരൻ ഇഷ്ടപ്പെട്ടില്ല. രാജഗുരു, ഞാൻ ധീരയായ പത്മാവതിയുടെ മകനാണ്. ഒരു വാൽ നക്ഷത്രത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നാട് ഇതുവരെ കാണാത്തൊരു പോരാട്ടമാണ് ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വന്ന് എന്നെ അഭിനന്ദിക്കൂ. രാജഗുരു എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വില കൽപ്പിക്കാതെ അവിടെ നിന്നും ദേഷ്യത്തോടെ അമരൻ പോയി. അത് കണ്ട അരുണേന്ദ്രന്റെ നെഞ്ച് മിടിക്കാൻ തുടങ്ങി. രാജഗുരുവിനെ രാജാവ് നോക്കി. അവ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയൂ, ചെയ്യാം. രാജഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ദൈവമാണ് ഇനി അവനെ രക്ഷിക്കേണ്ടത്. അത് കേട്ട് മഹാരാജാവ് ആകെ കലങ്ങിപ്പോയി. നാട് മുഴുവൻ ഉത്സവ സമാനമായിരിക്കെ മഹാചക്ര പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ചുറ്റുമുള്ള സകല ദേശങ്ങളിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ വീരന്മാരും പോരാളികളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. 1000 കിലോ ഉയരമുള്ള ആ ഇരുമ്പ് തൂൺ 500 അടി ഉയരത്തിൽ കാണാൻ തന്നെ ഭീകരമായ രൂപത്തിലായിരുന്നു. മറ്റു നാടുകളിൽ നിന്നുള്ള രാജാക്കന്മാർ 5 നക്ഷത്രവും 6 നക്ഷത്രവും നേടി പരാജയപ്പെട്ടപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അമരേന്ദ്രൻ അവിടെ കാലെടുത്ത് വെച്ചു. അത് കണ്ടതും അമരനെ പിന്തുണച്ചുകൊണ്ട് കാണികൾ മുഴുവൻ ആർത്തുലച്ച് വിളിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ പിന്തുണ കണ്ട് ആവേശഭരിതനായ അമരൻ തന്റെ സകല ശക്തിയും സംഭരിച്ച് പഞ്ചഭൂതങ്ങളെ വണങ്ങി 1000 കിലോ തൂക്കമുള്ള ഒരു ഇരുമ്പു തൂൺ ഒറ്റയ്ക്കെടുത്തുയർത്തി. അവന്റെ അസുര ശക്തി കണ്ട കാണികൾ ആവേശത്തോടെ ആർത്തലയ്ക്കാൻ തുടങ്ങി. എന്നാൽ അത് കഴിഞ്ഞതും അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചു. 1000 കിലോ തൂക്കമുള്ള തൂണുമായി സ്മൃതി മണ്ഡപം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവന്റെ ശരീരം കുഴഞ്ഞ് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് കൈകാലുകളുടെ ശക്തി നഷ്ടപ്പെട്ട് ആ തൂണുമായി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അമരൻ. അതുവരെ അമരന്റെ പേര് വിളിച്ചലറിയിരുന്ന കാണികൾ മുഴുവൻ നിശബ്ദമായതോടെ മൈതാനം മുഴുവൻ ശാന്തമായി. ആ തൂണും കൊണ്ട് വിറച്ച് വിറച്ച് നടക്കുന്ന അമരനെ കണ്ടപ്പോൾ ആ തൂണെങ്ങാനും അമരന്റെ ശരീരത്തിൽ കൂടി വീഴുമോ എന്ന് അവർ ഭയന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ അമരൻ തന്റെ ശ്വാസം മുഴുവൻ എടുത്തുകൊണ്ട് സ്മൃതി പീഠത്തിലുള്ള ആ ദ്വാരത്തിലേക്ക് തൂണിനെ എടുത്ത് വെക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ അവന്റെ കൈകൾ കുഴഞ്ഞ് ഇരുമ്പ് തൂൺ മറഞ്ഞു വീണു. അരുണേന്ദ്രനും രാജഗുരുവും മറ്റ് സൈനികരും അമരനെ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ അവിടെ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ ഉണ്ടായി. മുഴുവൻ പാഞ്ചാല ദേശവും അത്ഭുതപ്പെട്ടു പോയ അവിടെ നടന്ന സംഭവം എന്തായിരുന്നു? കുലദൈവം ഭദ്രകാളി പറഞ്ഞതുപോലെ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി റാണി പത്മാവതി അങ്ങോട്ടേക്ക് വന്നു. അമരന്റെ ജനനത്തിന്റെ രഹസ്യം അറിയാവുന്ന ആ മൂന്നാമൻ ആരാണ്? അമരൻ മഹാചക്ര പരീക്ഷയിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? റാണി പത്മാവതി ഇപ്പോഴും ജീവനോടെയുണ്ടോ? അമരേന്ദ്രനും അമ്മ പത്മാവതിയും എപ്പോഴാകും കണ്ടുമുട്ടുക? 1000 കിലോ ഭാരമുള്ള ഇരുമ്പു തൂൺ കുടിക്കുന്നവരെ 1000 വർഷം ജീവനോടെ നിർത്തുന്ന അമൃതധാര, ജീവനെടുക്കുന്ന ആ അത്ഭുത വൃദ്ധൻ, വിചിത്രവും വ്യത്യസ്തവുമായ മത്സരങ്ങൾ, അങ്ങനെ നിങ്ങൾ രോമാഞ്ചം കൊള്ളിക്കുന്ന വീരസാഹസങ്ങളും വ്യത്യസ്തമായ മത്സരങ്ങളും ആസ്വദിക്കുന്നതിനായി മഹാരാജാവേ, ആപത്ത്! യുവരാജാവ് അമരേന്ദ്രകുമാരന് ആപത്ത്! കാവൽ ഭടന്മാരെ തട്ടിമാറ്റി രാജഗുരു കൊട്ടാര കവാടം കടന്നു പാഞ്ഞു. കൊട്ടാര ഭൃത്യന്മാർ രാജഗുരുവിന്റെ പരിഭ്രാന്തി നിറഞ്ഞ ഓട്ടം കണ്ട് അമ്പരന്ന് നിന്നു. അരുണേന്ദ്രന്റെ മുന്നിലെത്തിയ പാടെ രാജഗുരു ആയാസപ്പെട്ടുണർത്തിച്ചു. ആപത്ത് വരുന്നു മഹാരാജൻ! ഈ മഹാചക്ര പരീക്ഷയിൽ നിന്നും രാജകുമാരൻ അമരേന്ദ്രനെ പിന്തിരിപ്പിക്കണം. അവിചാരിതമായി കടന്നുവന്ന് രാജഗുരു പറയുന്നത് കേട്ട് രാജസദസ്സാകെ അമ്പരന്നു. അസംഭവ്യം! ഈ പരീക്ഷണത്തിൽ മത്സരിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ ആർക്കും കഴിയില്ല. മൂർച്ചയേറിയ ഒരു ശബ്ദം രാജസദസ്സിലാകെ മുഴങ്ങി. സുന്ദര ദൃഢഗാത്രനായ യുവാവ് അവിടേക്ക് കടന്നു വന്നു. കല്ലുപോലെ ശക്തമായ വിശാലമായ തോളുകൾ, ദൃഢമായ ചുവടുകൾ, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന പുഞ്ചിരി.
കയ്യിൽ ശക്തമായ ഒരു കുന്തം. അത് അമരേന്ദ്രൻ രാജകുമാരനായിരുന്നു, പാഞ്ചാലദേശത്തെ യുവരാജാവ്. അരയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നീണ്ട വാൾ. ദൃഢനിശ്ചയത്താൽ അവൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. മുന്നോട്ട് നോക്കുമ്പോൾ അവൻ്റെ കാൽക്കീഴിലെ ഭൂമി പോലും വിറയ്ക്കുന്നതായി തോന്നി. ആ സമയം കൊട്ടാരമാകെ നാളെ നടക്കാനിരിക്കുന്ന മഹാചക്ര പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. മഹാമാതൃകതയുടെയും മഹാശക്തരുടെയും സംഘടിത ഭൂമിയാണ് ഹിമവാഹിനി. ഹിമവാഹിനിയിലെ ഒരു സാമ്രാജ്യമാണ് പാഞ്ചാലദേശം. പാഞ്ചാലദേശത്ത് 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാചക്ര പരീക്ഷ ആ നാട്ടിലെ യോദ്ധാക്കൾക്കിടയിൽ നടക്കുന്ന ഒരു ശക്തി പരീക്ഷണമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പങ്കെടുക്കാമെന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദിവ്യശക്തികളും അത്ഭുതങ്ങളും നിറഞ്ഞ യോദ്ധാക്കളുടെ ശക്തി അളക്കുന്ന ഈ പരീക്ഷ നടക്കുന്നത് സ്മൃതി മണ്ഡപത്തിലാണ്. മണ്ഡപത്തിൽ 9 പീഠങ്ങളുണ്ട്. ശക്തി അളക്കാനായി എത്തുന്ന യോദ്ധാവ് സ്മൃതി മണ്ഡപത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ ശക്തിക്കനുസരിച്ച് ഓരോ പീഠത്തിലും നക്ഷത്രം തെളിയും. ഒറ്റ പീഠത്തിലെ നക്ഷത്രം തെളിയുന്നുള്ളൂ എങ്കിൽ അയാൾ ദുർബലനാണ് എന്നാണ് അർത്ഥം. ഈ ശക്തി പരീക്ഷയിൽ ആ യോദ്ധാവിൻ്റെ ശക്തി പ്രഭാവത്താൽ 9 നക്ഷത്രം 9 പീഠങ്ങളിലായി തെളിഞ്ഞാൽ അദ്ദേഹം അപരാജിതൻ എന്ന വിശിഷ്ട പദവിക്ക് അർഹനാകും. അപരാജിതനായ യോദ്ധാവിന് ഈ ലോകത്തെ തന്നെ കീഴടക്കാനാകുമെന്നാണ് വിശ്വാസം. രാജഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന അരുണേന്ദ്രൻ ചോദിച്ചു, എന്താണ് രാജഗുരു, അങ്ങേക്കെന്തു പറ്റി? എന്താപത്തിനെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത്? ആകാശത്ത് ഞാനൊരു അഗ്നിവാൾ നക്ഷത്രം കണ്ടു പ്രഭോ. കാഴ്ചയിൽ എന്തൊക്കെയോ സംശയം തോന്നി. അതുകൊണ്ട് പഴയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഞാൻ എന്റെ സംശയം ഉറപ്പിച്ചു. വരാനിരിക്കുന്ന മഹാ ആപത്തിന്റെ സൂചനയാണത്. മഹാചക്ര പരീക്ഷണം ഉടൻ നിർത്തുക. കിരീടാവകാശി അതിൽ പങ്കെടുക്കരുത്. രാജഗുരു മുന്നറിയിപ്പ് നൽകി. ഈ ദുർവിധിക്ക് പരിഹാരമില്ലേ? ഞെട്ടിത്തരിച്ച അരുണേന്ദ്രൻ വർദ്ധിച്ച ആശങ്കയോട് ചോദിച്ചു. ഇല്ല, രാജഗുരു പറഞ്ഞു. അമരേന്ദ്രകുമാരൻ രാജഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ഈ മത്സരത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല രാജഗുരു. ഞാൻ എൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, എൻ്റെ കൈകളിൽ വിശ്വസിക്കുന്നു. മഹാചക്ര പരീക്ഷണം നാളെ നടക്കാനിരിക്കെ എന്തിനാണ് ഇങ്ങനൊരു ആശങ്ക? ഇത് വ്യർത്ഥമാണ് രാജഗുരു. അങ്ങയോടുള്ള മുഴുവൻ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ അമരേന്ദ്ര യുവരാജാവ് മഹാചക്ര പരീക്ഷയിൽ പങ്കെടുത്തിരിക്കും. യുവരാജൻ, അങ്ങയുടെ ശക്തിയിൽ എനിക്ക് ആശങ്കയില്ല. അങ്ങയ്ക്ക് നാളത്തെ മത്സരം എത്രമാത്രം പ്രധാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ രാജഗുരുവിന്റെ സംസാരത്തെ ഇടയ്ക്ക് തടഞ്ഞുകൊണ്ട് അമരൻ പറഞ്ഞു, രാജഗുരു, അങ്ങയുടെ മുന്നറിയിപ്പിന് നന്ദി. അങ്ങയുടെ വാക്കുകളെ നാം മാനിക്കുന്നു. പക്ഷേ മഹാചക്ര പരീക്ഷ എനിക്ക് നിർണായകമാണ്. എന്നെ പിന്തിരിപ്പിക്കരുത്. അങ്ങെന്നോട് ക്ഷമിക്കൂ. വിധിയുടെ തീരുമാനത്തെ തടുക്കാൻ മനുഷ്യനാവില്ല. നിരാശയോടെ രാജഗുരു കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു. കുമാര അമരേന്ദ്ര, നമ്മുടെ രാജഗുരു വളരെ ജ്ഞാനിയായ ഒരാളാണ്. ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കേണ്ട സമയമാണിത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിന്നെയും ഈ രാജ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ഒന്നുകൂടി ആലോചിക്കൂ. പുത്രവാത്സല്യത്താൽ അന്തരംഗം പിടഞ്ഞ് രാജാവ് പറഞ്ഞു, എന്നെ വിശ്വസിക്കുക പിതാവേ. ഞാൻ വളരെയേറെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അങ്ങെൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നാളത്തെ മഹാചക്ര പരീക്ഷ എനിക്ക് വെറുമൊരു പരീക്ഷ മാത്രമല്ലെന്ന് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. മഹാചക്ര പരീക്ഷ കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി വാസുകിയെ വിവാഹം ചെയ്യുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാകൂ. അങ്ങൻ്റെ തീരുമാനത്തെ മാനിച്ച് ആശീർവദിക്കണം. അമരേന്ദ്രൻ തൻ്റെ പിതാവിനെ വണങ്ങി രാജസദസ്സ് വിട്ടിറങ്ങി. മകന്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം കൊണ്ട അരുണേന്ദ്ര മഹാരാജാവിന് പക്ഷേ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പട്ടുമെത്തയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം മട്ടുപ്പാവിലൂടെ ഉലാത്തി. രാജഗുരുവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതിൽ മുഴങ്ങി. ആകാശത്തേക്ക് നോക്കി ചിന്താമഗ്നനായി നിന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അന്നത്തെ പകൽ തെളിഞ്ഞു. പകൽ മുഴുവൻ അമരേന്ദ്രൻ പരിശീലനത്തിലായിരുന്നു. ഏകദേശം 15 മടങ്ങ് ഭാരം വരുന്ന 2 ഇരുമ്പ് തണ്ടുകൾക്ക് നടുവിലായാണ് അമരേന്ദ്രൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി അവൻ വലതുഭാഗത്തുള്ള ഇരുമ്പ് തണ്ട് തൊട്ടടുത്തുള്ള പാഞ്ചാല നദിയിലേക്ക് തള്ളിയിട്ടു. ആ ശ്രമകരമായ പ്രവൃത്തിക്ക് ശേഷം ഇടതുവശത്തുള്ള ദണ്ഡിനരികിലേക്ക് അവൻ നീങ്ങി. ഇടതുവശത്തെ ദണ്ഡും വളരെ വിജയകരമായി നദിയെ ലക്ഷ്യമാക്കി തള്ളിയിട്ടപ്പോൾ അമരേന്ദ്രൻ അഭിമാനത്താൽ ഒന്നുകൂടി ജ്വലിച്ചു. ആ ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ ശ്വാസം കിട്ടാതെ നിന്ന അവനെ നോക്കിക്കൊണ്ട് പിതാവ് അരുണേന്ദ്രൻ ആവേശത്തോടെ കൈകൾ കൊട്ടി അഭിനന്ദിച്ചു. അരുണേന്ദ്ര മഹാരാജാവ് ആവേശം കൊണ്ട് ജ്വലിച്ചു. പിതാശ്രീ, നാളത്തെ ദിവസം
ഈ അമരേന്ദ്രൻ്റെതാണ്. ഒരിക്കൽ കൂടി അങ്ങയുടെ ഈ പുത്രൻ അപരാജിതൻ എന്ന പദവി അലങ്കരിക്കും. അങ്ങയുടെയും പുകഴ്പെറ്റ ഈ ദേശത്തിൻ്റെയും മഹിമ ഇനിയും കടലുകൾ താണ്ടി അനേകം കാതുകളിൽ പ്രതിധ്വനിക്കും. അമരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പകൽ കാഴ്ചകൾ അയവിറക്കിക്കൊണ്ട് കുറച്ചുനേരം കൂടി നിദ്രാവിഹീനനായ മഹാരാജാവ് മട്ടുപ്പാവിൽ ഉലാത്തി. പിറ്റേന്നത്തെ പ്രഭാതം. പാഞ്ചാലദേശം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിനം വന്നെത്തി. രാജ്യമാകെ മത്സരാവേശത്തിലാണ്. രാജവീതിയാകെ മത്സരം കാണാൻ വന്നവരുടെ തിരക്കായിരുന്നു. അപരാജിത പദവി നേടാനാണ് അമരേന്ദ്രൻ മത്സരിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് അപരാജിതനായ വ്യക്തിയാണ് അമരേന്ദ്രൻ. അമരേന്ദ്രനുമായി വിവാഹമുറപ്പിച്ച ചേരരാജ്യത്തെ പ്രതാപകേസരിയുടെ പുത്രി വാസുകിക്ക് കൊടുത്ത വാക്കുപാലിക്കാനാണ് അവൻ വീണ്ടും പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. വാസുകി അപരാജിത പട്ടം കരസ്ഥമാക്കിയ രാജകുമാരിയാണ്. ആവേശത്തിമിർപ്പിൽ ആറാടിയിരുന്ന ജനങ്ങൾക്കിടയിലൂടെ വേദി ലക്ഷ്യമാക്കി അരുണേന്ദ്ര മഹാരാജാവ് നടന്നെടുത്തു. പല രാജ്യങ്ങളുടെയും അധികാരത്തിൻ്റെ തന്നെ ഭാഗധേയം നിർണയിച്ചിട്ടുള്ള ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം. ശക്തനെന്നുറപ്പുള്ള ഏതൊരാളെയും സ്മൃതിമണ്ഡപം സർവാത്മന സ്വാഗതം ചെയ്യും. സർവ്വ തയ്യാറെടുപ്പുകളും നടത്തി മത്സരം ആരംഭിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. മത്സരം നടത്തിപ്പുകാർ മത്സരാർത്ഥികൾ ഓരോരുത്തരുടേതായി പേരുകൾ വിളിക്കാൻ തുടങ്ങി. കരഘോഷങ്ങളോടെ കാണികൾ മത്സരാർത്ഥികളെ എതിരേറ്റു. നിരവധി യോദ്ധാക്കൾ മത്സരത്തിൽ പങ്കെടുത്തു. ചിലർ സംതൃപ്തരായും മറ്റു ചിലർ നിരാശരുമായാണ് മടങ്ങിയത്. ഒടുവിൽ ഏവരും കാത്തിരുന്ന മത്സരസമയം ആഗതമായി. അടുത്തതായി ശക്തി തെളിയിക്കാൻ എത്തുന്നത് പാഞ്ചാലദേശത്തിന്റെ യുവരാജൻ വില്ലാളി വീരൻ അമരേന്ദ്രകുമാരൻ. ആ അറിയിപ്പ് കേട്ടതോടുകൂടി ജനങ്ങളെല്ലാം ആവേശത്തിമിർപ്പിലായി. തങ്ങളുടെ രാജകുമാരൻ ജയിക്കുന്നത് കാണാൻ പാഞ്ചാല ദേശമാകെ അവിടെ എത്തിയിരുന്നു. അമരേന്ദ്രൻ തന്റെ ഊഴത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനേക്കാൾ അക്ഷമയോടെ പുത്രന്റെ പ്രകടനം കാണാൻ അരുണേന്ദ്രരാജനും മിഴി തുറന്നിരുന്നു. അമരേന്ദ്രൻ, അമരേന്ദ്രൻ! ജനക്കൂട്ടം ആർത്തു വിളിച്ചു. സ്മൃതി മണ്ഡപത്തിന് നേരെ ആവേശത്തോടെ കൈകൾ വീശി നടന്നു നീങ്ങിയ അമരേന്ദ്രന് പെട്ടെന്നെന്തോ അസ്വസ്ഥത തോന്നി. കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ, കൈകൾ വിറയ്ക്കുന്നതുപോലെ, തലയ്ക്കുള്ളിലെന്തോ ഒരു പുകച്ചിൽ. അവൻ്റെ കണ്ണുകൾ ഇരുണ്ടു. കാഴ്ച മറയുന്ന പോലൊരു തോന്നൽ. ആ നിമിഷം അവന് സ്വയം നഷ്ടപ്പെടും പോലെ, ശരീരം സ്വന്തം നിയന്ത്രണത്തിലല്ലാത്ത പോലെ. തനിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അമരേന്ദ്രൻ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമരേന്ദ്രൻ സ്വയം ചിന്തിച്ചു. ഈശ്വര, എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനൊരു അനുഭവം ആദ്യമായാണല്ലോ. ഇതെന്തു പരീക്ഷണമാണ്? ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ശരീരം തളർന്നു. വെട്ടിവേർത്തവൻ പീഠത്തിനരികിൽ നിശ്ചലനായി നിന്നു. രാജകുമാര, പാദസ്പർശം ഏൽപ്പിക്കൂ. നിന്റെ ശക്തി എന്താണെന്ന് ലോകം അറിയട്ടെ. മത്സര നടത്തിപ്പുകാരന്റെ ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചു. അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. പാദങ്ങൾ വെക്കാൻ തയ്യാറായി. പക്ഷേ അമരേന്ദ്രന് ആദ്യ ശ്രമത്തിൽ തന്നെ അടി പതറി. രണ്ടാം ശ്രമവും പരാജയത്തിൽ കലാശിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് ആശങ്കകൾ ഉയരാൻ തുടങ്ങി. അമരേന്ദ്രന് ഇതെന്തുപറ്റി? ഇത്രയും ബലവാനായ യുവരാജാവിന് മത്സരവേദിയിലെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? ജനം നിരാശയോടെ ചോദിച്ചു. അങ്ങനെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ അമരേന്ദ്രന് പാദം സ്പർശിക്കാൻ സാധിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ അമരേന്ദ്രന് കഴിഞ്ഞില്ല. സ്മൃതിപീഠത്തിന് മുകളിൽ 3 നക്ഷത്രങ്ങൾ പ്രകാശിച്ചു. ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കണ്ണുകൾ തുറന്നു നോക്കിയ അമരേന്ദ്രനും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അമരേന്ദ്രന് താൻ ഭൂമി വളർന്ന് താഴേക്ക് വീഴും പോലെ തോന്നി. അവനാകെ അടിമുടി വിറച്ചു. ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ഇവനെന്തൊരു രാജകുമാരനാണ്! ഇവനെയാണോ നമ്മുടെ അടുത്ത രാജാവായി വാഴിക്കാൻ പോകുന്നത്? 5 നക്ഷത്രങ്ങൾ പോലും കിട്ടാത്ത അവനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ ഈ രാജ്യം അവനെ ഏൽപ്പിക്കും? ജനങ്ങൾക്കിടയിൽ നിന്ന് പല പല അഭിപ്രായങ്ങളും മുഴങ്ങിക്കേട്ടു. അവർ പരിഹാസത്തോടെ അമരനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നടുവിലൂടെ അമരേന്ദ്രൻ തലകുനിച്ചു നടന്നു. അയാൾ മത്സരവേദി വിട്ടിറങ്ങി. തലകുനിച്ചു നടന്നു നീങ്ങുന്ന അമരേന്ദ്രനെ കണ്ട മാധുരിയും അവന് പുറകെ നടന്നു. മാധുരി അമരേന്ദ്രന്റെ ബാല്യകാല സഖിയാണ്. മൗനം കൊണ്ടുപോലും അവനെ മനസ്സിലാക്കുന്നവൾ. ഏതു മോശമവസ്ഥയിലും അമരന് തുണയാവുന്നവൾ. 18 വയസ്സുള്ള ആ സുന്ദരിയാണ് പരാജിതനായി ലജ്ജിച്ച് തലതാഴ്ത്തി നടന്നു പോകുന്ന അമരേന്ദ്രന് പുറകെ നടക്കുന്നവൾ. എന്തലങ്കാരവും അധികമായി ഭവിക്കുന്ന മേനിയഴകുള്ള ആ കന്യകയുടെ മുഖം ഒറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ പതിയും. സ്നേഹത്തോടെ മാധുരി ആരാഞ്ഞു. എന്തു പറ്റി അമര? നിന്റെ ആത്മവിശ്വാസമെല്ലാം എവിടെ പോയി? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു.
നമുക്കിനി അടുത്ത തവണ വിജയിക്കാം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഊർജമാണ്. അമരേന്ദ്രനെ സമാധാനിപ്പിക്കാൻ മാധുരി ആശ്വാസവാക്കുകൾ ഓരോന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പരാജയപ്പെട്ടു പോയ അമരനെ സമാധാനിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല. കൊട്ടാരമങ്കണത്തിൽ അമരേന്ദ്രന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു അരുണേന്ദ്ര രാജാവ്. രാജകുമാരന്റെ പരാജയം ഇതിനകം സഭയിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. മുഖമുയർത്താതെ കുനിഞ്ഞ ശിരസുമായി അമരൻ സഭാങ്കണത്തിലേക്കെത്തി. മകന്റെ അടുത്തേക്കെത്തിയ അരുണേന്ദ്രൻ ആശ്വസിപ്പിക്കാനായി അവനെ ചേർത്തു പിടിച്ചു. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അമര. നിന്റെ ധീരത ഈ നാട് മുമ്പ് തന്നെ അറിഞ്ഞതാണ്. ഇനിയും വരും മഹാചക്ര പരീക്ഷ. 9 നക്ഷത്രങ്ങൾ തെളിയിക്കാൻ യോഗ്യനായവൻ നീ മാത്രമാണ്. എങ്കിലും ഈ പരാജയം തികച്ചും അപ്രതീക്ഷിതമാണ്. ഇന്നലെ വരെ ശക്തനായിരുന്ന എന്റെ ശക്തി ഇന്നെങ്ങനെ ക്ഷയിച്ചു? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ദുഃഖം സഹിക്കാനാവാതെ അമരൻ പറഞ്ഞു. സഭയിലെ ആളുകളത്രയും ദയാവായ്പോടെ രാജകുമാരനെ നോക്കി. ഈ സമയം കൊട്ടാരം വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്ന് വാസുകിയും ഭടന്മാരും അകത്തേക്ക് വന്നു. വാസുകിയുടെ കോപം ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. വാസുകിയെ ആതിഥ്യമര്യാദയോടെ വരവേറ്റ അരുണേന്ദ്ര രാജാവിന് മുൻപിൽ കോപവും അഹങ്കാരവും ജ്വലിക്കുന്ന ശബ്ദത്തോടെ അവൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ വിരുന്ന് സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. അങ്ങയുടെ മകന്റെ പ്രകടനം കണ്ട സന്തോഷം അറിയിക്കാൻ വന്നതാണ്. അമരേന്ദ്രന്റെ പരാജയം വിചിത്രമാണ് കുമാരി. തികച്ചും അപ്രതീക്ഷിതം. അവന്റെ ശക്തിയും മിടുക്കും കുമാരിക്കും അറിവുള്ളതല്ലേ? രാജാവ് വാസുകിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേരരാജ്യത്തെ യുവരാജകുമാരിയായ ഞാൻ അപരാജിതയാണ്. ഞാൻ എന്തിന് 3 നക്ഷത്ര ശക്തി മാത്രമുള്ള ഈ ഭീരുവിന് വിവാഹം കഴിക്കണം? വാസുകിയുടെ വാക്കുകൾ ഒരു വെള്ളിടി പോലെ അമരന്റെ മനസ്സിൽ തുളച്ചു കയറി. അമരൻ ചെറുപ്പത്തിലെ തന്നെ അപരാജിതനായവനാണ്, അത് കുമാരി മറക്കരുത്. ഈ ഭീരുവിന്റെ ഇന്നത്തെ പ്രകടനം കണ്ടാൽ അന്ന് നടന്നത് ഒരു നുണയായിരുന്നെന്ന് വേണം കരുതാൻ. വാസുകി! അമരേന്ദ്രൻ കോപത്തോടെ അലറി. പിതാവ് പാഞ്ചാല ദേശത്തെ രാജാവാണ്, അത് കുമാരി മറക്കരുത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട രീതി ഇതാണോ? ശക്തിയില്ലാത്ത ഭീരുവായ യുവരാജാവുള്ള ഈ കൊട്ടാരത്തിന് ഇതിൽ കൂടുതൽ ബഹുമാനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. അതറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗതയായത്. അമരന്റെ മനസ്സ് തകർക്കുന്ന വാക്കുകളായിരുന്നു വാസുകി പറഞ്ഞത്. നിനക്ക് എങ്ങനെ ഈ വിധം മാറാൻ കഴിഞ്ഞു വാസുകി? നീ പ്രണയിച്ചത് എന്നെയല്ലേ, അല്ലാതെ എന്റെ നക്ഷത്രശക്തി അല്ലല്ലോ. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അമരൻ ചോദിച്ചു. ഇത്രയും ഭീരവും അശക്തനുമായ കുമാരനേക്കാൾ എന്തുകൊണ്ടും യോജിച്ച യുവരാജാക്കന്മാർ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ എന്തിനി കുമാരനെ വിവാഹം കഴിക്കണം? എനിക്കിനി ഈ ബന്ധത്തിന് താല്പര്യമില്ല. വാസുകി ഉറപ്പിച്ചു പറഞ്ഞു. സഭയിൽ ഇരുന്നവരത്രയും ഞെട്ടലോടെ വാസുകിയുടെ തീരുമാനം കേട്ടു. അമരൻ ഒരു വാക്ക് പോലും മറുത്തു പറയാനാവാതെ പിടഞ്ഞു നിന്നു. ഈ വിവാഹം ഉറപ്പിച്ചത് 2 രാജാക്കന്മാർ തമ്മിലാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. കുമാരിക്ക് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അനുവാദമില്ലെന്നറിയില്ലേ? അമരേന്ദ്രന്റെ ശക്തി ഈ നാടും മറുനാടും ഒരിക്കൽ അറിഞ്ഞതാണ്. ഒരു തീരുമാനം ശക്തിയുടെ പേരിൽ കുമാരി എടുക്കരുത്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ യുവരാജാവിനോട് മൈഥിലി പാനീയം കുടിക്കാൻ പറയൂ. മത്സരവേദിയിൽ നിന്ന് ഞാൻ അത് കുമാരനായി കൊണ്ടുവന്നിട്ടുണ്ട്. മൈഥിലി പാനീയം അപരാജിത പട്ടം നേടിയ 9 നക്ഷത്ര ശക്തിയുള്ള ഒരാൾ മാത്രമേ പാനം ചെയ്യാൻ പാടുള്ളൂ. കുമാരിക്ക് ഇത് അറിവുള്ളതല്ലേ? അല്ലാത്ത പക്ഷം അത് കുടിക്കുന്നത് ആരാണോ അയാളുടെ എല്ലാ ശക്തിയും ചോർന്ന് അയാൾ മരണാസന്നനാവും. സഭയിൽ നിന്ന് മന്ത്രി വാസുകിയോട് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ യുവരാജാവിന്റെ പരാജയം വിചിത്രമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കുമാരൻ ജയിക്കേണ്ടവനാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയെങ്കിൽ മൈഥിലി പാനീയം കുടിച്ച് കുമാരൻ ശക്തി തെളിയിക്കട്ടെ. അതുമല്ലെങ്കിൽ അദ്ദേഹം പരാജയം സമ്മതിക്കട്ടെ. അതുവരെ നിശബ്ദനായി നിന്ന അമരൻ ആ സമയം മുന്നോട്ട് വന്നു. മൈഥിലി പാനീയം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. മരണം വരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തും സംഭവിക്കട്ടെ. അമരേന്ദ്രന്റെ ശബ്ദം കൊട്ടാരമാകെ മുഴങ്ങി. മൈഥിലി പാനീയവുമായി നിന്ന വാസുകിയുടെ ഭടൻ മുന്നിലേക്ക് വന്നു. അമരൻ പാനീയം കുടിക്കാൻ ഒരുങ്ങി. അരുണേന്ദ്ര രാജാവും സഭയും ആ കാഴ്ച കണ്ട് ഒന്നാകെ സ്തംഭിച്ചു നിന്നു. അശനിപാദം പോലൊരു വാൽനക്ഷത്രം ആ നിമിഷങ്ങളിൽ കൊട്ടാരത്തിന് മുകളിൽ തെളിഞ്ഞു നിന്നു. പാഞ്ചാല ദേശത്തെ മരങ്ങളൊന്നാകെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു. അമരേന്ദ്രന്റെ അടുക്കിലേക്ക് ആസന്നമാവുന്ന മരണത്തിന്റെ സൂചനയായിരുന്നു അത്. മഹാചക്ര പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണമാണ് ഇനി അമരേന്ദ്രനെ കാത്തിരിക്കുന്നത്. പരാജിത ദുഃഖത്തേക്കാൾ അയാളെ തകർത്തതും അതുതന്നെയായിരുന്നു. പ്രണയദുഃഖം ഏത് വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന പ്രാണപ്രിയയുടെ മനംമാറ്റമാണ് അയാളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത്.
പ്രാണൻ വെടിഞ്ഞും പ്രണയിനിയോടുള്ള വാക്ക് നിറവേറ്റാൻ തുനിഞ്ഞ അമരേന്ദ്രന് പെട്ടെന്നുണ്ടായ ഈ പ്രണയഭംഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. സർവ്വതിലും പരാജയപ്പെട്ടു നിൽക്കുന്ന അമരേന്ദ്രന് സ്വയം ഒരാശ്വാസവാക്ക് പോലും കിട്ടുന്നില്ല. അമരേന്ദ്രൻ പതിയെ വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. മൈഥിലി ദ്രാവകം നിറച്ച പാത്രമെടുക്കാൻ ആഞ്ഞു. അവൻ അത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് അമരേന്ദ്രന്റെ കയ്യിൽ നിന്നും പാനീയം നിറച്ച പാത്രം താഴേക്ക് തെറിച്ചു. നിനക്ക് ഭ്രാന്താണോ അമര? എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി നീ ജീവൻ കളയുന്നത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരോടും ഒന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കില്ല. നീ ഈ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് അമര. മൈഥിലി ദ്രാവകം തട്ടിമാറ്റി മാധുരി അലറി. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു മനുഷ്യനെ കൊലക്കി കൊടുത്തിട്ട് വേണോ നിനക്ക് രസിക്കാൻ? അതും നീ പ്രണയിച്ചിരുന്ന, നിന്നെ ജീവന തുല്യം പ്രണയിക്കുന്ന ഈ മനുഷ്യനെ? മാധുരിക്ക് വാസുകിയുടെ അഹങ്കാരഭാവം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത് ശരി, ഇപ്പോ എനിക്കാണോ മനുഷ്യത്വമില്ലാത്തത്? എന്നെയും എന്റെ പിതാവിനെയും പറഞ്ഞു പറ്റിച്ച് വിവാഹം ഉറപ്പിച്ച നിങ്ങളെയൊക്കെ ഞാൻ എന്തു വിളിക്കണം? 9 നക്ഷത്രങ്ങൾ നേടിയ ബലവാനാവണം എന്റെ വരൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അമരേന്ദ്ര, നിനക്കത് നേടാൻ കഴിയാത്തതിന് ഞാൻ എന്തു വിളിച്ചു? ചേരരാജ്യത്തെ രാജകുമാരിയെ വേൾക്കാൻ നിനക്ക് യോഗ്യതയില്ല അമരേന്ദ്ര. ചെല്ല്, നീ നിന്റെ കളിക്കൂട്ടുകാരിയോടൊപ്പം പോയി കളിക്ക്. നിന്നെ കൊണ്ട് അതേ പറ്റൂ. വാസുകി പരിഹാസവർഷം തുടർന്നു. അമരേന്ദ്രൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് പോലും അവൻ ചിന്തിച്ചു. ഇതാ നിന്റെ വിവാഹമോതിരം. ഇനി എനിക്കതിന്റെ ആവശ്യമില്ല, നീ തന്നെ വെച്ചോളൂ. വാസുകി മോതിരം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമരേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി. അവളിൽ നിന്ന് ഇത്രയും കടന്നൊരു പ്രവൃത്തി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. മതിയാക്കൂ വാസുകി, മതി നിന്റെ പ്രകടനം, അമരേന്ദ്രൻ ഉറക്കെ പറഞ്ഞു. കാവൽക്കാരോടൊപ്പം പിന്തിരിഞ്ഞു നടന്ന വാസുകി നിസ്സംഗതയോടെ അവന്റെ വാക്കുകൾ ശ്രവിച്ചു. നിനക്ക് ഞാനിപ്പോൾ ഒരു ഭീരുവാണ്. നിന്നെ പറഞ്ഞു പറ്റിച്ച കാമുകനാണ്. ശരി, ഞാൻ ഒന്നും തിരുത്തുന്നില്ല. പക്ഷേ എന്റെ ശക്തി തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു കുമാരി. ഇന്നേക്ക് 3 വർഷങ്ങൾക്കപ്പുറം എന്നെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വാസുകി തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ, തീർച്ചയായും, എന്ന് വേണമെങ്കിലും തയ്യാർ. ഒരു നിബന്ധന. ഞാൻ വിജയിച്ചാൽ പാഞ്ചാല രാജകുമാരൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അതിന് തയ്യാറുണ്ടോ? വാസുകി വർദ്ധിത ആവേശത്തോടെ അമരേന്ദ്രന് നേരെ തിരിഞ്ഞു. സമ്മതം. ഇനി വിജയം എന്റേതാണെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ചേ നിനക്കും ജീവിക്കാനാവൂ. സമ്മതിച്ചു. പക്ഷേ നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല അമരേന്ദ്ര. എന്നെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത തന്നെ നീ മറന്നേക്കൂ. നീ എന്റെ അടിമയാകാൻ പോകുന്നു. അതിവിടെ എല്ലാവരും കാണുവാൻ പോകുന്നു. നിന്റെ പിതാവും രാജ്യവും എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ആഹ്ലാദിക്കട്ടെ. വാസുകി ധാർഷ്ട്യത്തോടെ പറഞ്ഞു. നിന്റെ അഹങ്കാരത്തിന് അവസാനമില്ലേ വാസുകി? നീ ഇപ്പോഴും ചേരരാജ്യത്തിന്റെ റാണിയായിട്ടില്ല, അതും മറക്കേണ്ട. നിന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നിന്നെപ്പോലെ ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. നിന്ന് നാവിട്ടടിച്ച് സ്വന്തം വില കളയാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. മാധുരി ഗത്യന്തരമില്ലാതെ പറഞ്ഞു. അഹങ്കാരമല്ല മാധുരി, ആത്മാഭിമാനമാണ്. ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള അടങ്ങാത്ത ആദരവും ഭക്തിയുമാണ്. നിന്നെപ്പോലെ പറയാൻ വംശമഹിമയൊന്നുമില്ലാത്തവൾക്ക് മനസ്സിലാവില്ല അതൊന്നും. യുവരാജാവിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല മാധുരി. അതോ നിന്റെ കൂട്ടുകാരൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണോ അവന് വേണ്ടി സംസാരിക്കാൻ? എന്താ അമരേന്ദ്ര, അങ്ങനെയാണോ? 3 വർഷത്തിന് ശേഷം നിനക്കെന്നെ നേരിടാൻ ധൈര്യമില്ലേ? അതോ അന്നും നീ ഇങ്ങനെ ഇവളെ മുന്നിൽ നിർത്തി എന്നോട് തർക്കിക്കാൻ വരുമോ? നീ ആദ്യം നിന്റെ ശക്തി തെളിയിക്ക്, എന്നിട്ട് മതി വാക്കുകൊണ്ടുള്ള പോരാട്ടങ്ങൾ. വാസുകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കൂടെയുള്ള കാവൽക്കാരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. വാസുകിയുടെ അഹങ്കാരവും അവഹേളനവും അതിരുകടന്നപ്പോൾ അമരേന്ദ്രന് സ്വന്തം നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു. മാധുരിയെ ഇത്ര നീചമായി പരിഹസിച്ച അവളോട് അവന് എന്തെന്നില്ലാത്ത ഈർഷ്യ തോന്നി. അവർ രണ്ടുപേരും വാസുകിയുടെ മേൽ ചാടി വീണു. നിർത്തൂ, അരുണേന്ദ്രൻ അലറി. അപ്പോഴേക്കും വാസുകിയുടെ കാവൽക്കാർ അവരെ ഇരുവരെയും തട്ടിമാറ്റി. ഹോ, കഷ്ടം തന്നെ കുമാര, നിനക്കിവരെ പോലും എതിരിടാനുള്ള കരുത്തില്ലല്ലോ. എന്നിട്ടാണോ എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്? വെല്ലുവിളി പിൻവലിക്കണമെന്നിപ്പോൾ തോന്നുന്നുണ്ടോ? നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി, വാസുകി പുഞ്ചിരിയോടെ പറഞ്ഞു. കാവൽക്കാരിൽ നിന്ന് അപ്രതീക്ഷിത പ്രഹരമേറ്റ അമരേന്ദ്രൻ കൈതട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇന്ന് എന്റെ സമയമല്ലായിരിക്കാം. ഇന്നത്തെ പരാജയം ശാശ്വതവുമല്ല. ഞാൻ വീണ്ടും മഹാചക്ര പരീക്ഷയിൽ അപരാജിത പട്ടം നേടും. വീണ്ടും 9 നക്ഷത്രങ്ങൾ ശിരസിൽ ചൂടി അദ്വിതീയനായ പോരാളിയാവും. ചേരരാജകുമാരി വാസുകിയെ ഞാൻ വെല്ലുവിളിക്കുന്നു.
ഇത് പാഞ്ചാലകുമാരൻ അമരേന്ദ്രന്റെ ശബ്ദം. ഇന്നേക്ക് 3 കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. അതിനു മുൻപ് അപരാജിത പട്ടം സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. സഭാമണ്ഡപത്തിലെ സർവരും കേൾക്കുമാർ ഉച്ചത്തിൽ അമരേന്ദ്രൻ പ്രഖ്യാപിച്ചു. അരുണേന്ദ്രൻ വേദനയോടെ തന്റെ സിംഹാസനത്തിലേക്ക് വീണു. നടന്ന സംഭവങ്ങളൊന്നും സത്യമായിരിക്കില്ലേ എന്ന് പിതാവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാവാം, വൃഥ ആഗ്രഹിക്കുകയാവാം. വെല്ലുവിളി ഏറ്റെടുത്ത വാസുകി തന്റെ ആഗമനോദ്ദേശ്യം സഫലമായ ചാരിതാർത്ഥത്തിൽ സഭാമണ്ഡപം വിട്ടു. നേരെ ചേരരാജ്യത്തിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വാസുകിയുടെ പിതാവ് ചേര സാമ്രാജ്യാധിപൻ പ്രതാപകേസരി തന്റെ ദൂതന്മാർ വഴി പാഞ്ചാല രാജ്യത്തെ സ്ഥിതിഗതികൾ അപ്പോഴേക്കും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വാസുകി, നീ എവിടെയായിരുന്നു? പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പത്നിയോടൊപ്പം അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്ന പ്രതാപകേസരി മകളോടായി ചോദിച്ചു. പിതാവിനോടൊപ്പം മാതാവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നത് കണ്ടപ്പോഴേ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ വാസുകി പരിചാരകരോട് പുറത്തു നിൽക്കാൻ കൽപ്പിച്ചു. കുടുംബകാര്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് അവൾക്ക് തോന്നി. പിതാവേ, അങ്ങെന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങാണ് കാര്യങ്ങൾ ഗ്രഹിക്കാതെ സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാസുകി നിഷ്കളങ്കമായി സംസാരിക്കാൻ ശ്രമിച്ചു. വാസുകി, നീ പാഞ്ചാല യുവരാജൻ അമരേന്ദ്രനുമായുള്ള വിവാഹബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചോ? നിനക്കെങ്ങനെ ധൈര്യം വന്നു ഈ സാഹസം കാണിക്കാൻ? അമ്മ സുജാതാദേവി ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. മാതാവേ, ഇന്ന് പാഞ്ചാല ദേശത്ത് മഹാചക്ര പരീക്ഷ നടക്കുന്ന കാര്യം അവിടത്തേക്കും അറിവുള്ളതാണല്ലോ. എന്റെ പ്രതിശുദ്ധ വരൻ, ഈ ചേരരാജ്യത്തിന്റെ ഭാവി മരുമകൻ, വെറും 3 നക്ഷത്രങ്ങൾ നേടി പരാജയപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞുവോ? നമ്മുടെ രാജ്യത്തിന് തന്നെ എത്രമാത്രം അപമാനകരമായ കാര്യമാണിത് പിതാവേ. ഇനി പറയൂ, എന്റെ തീരുമാനം തെറ്റായോ? വാസുകി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം വിസ്തരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാം അറിഞ്ഞതാണ് വാസുകി, പ്രതാപകേസരി നിരാശയോടെ പറഞ്ഞു. എന്നിട്ടാണോ പിതാവേ എന്നോട് ചോദ്യവർഷം? വാസുകിക്ക് ഒന്നും മനസ്സിലായില്ല. തന്റെ ഈ തീരുമാനത്തിന് പിതാവും തന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ വാസുകി ഞെട്ടി. നിന്റെ തീരുമാനം വളരെ ശരിയാണെന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് നിർത്തുമെന്ന് കരുതിയിരുന്ന മാതാപിതാക്കളുടെ മുന്നിൽ അവൾ വെറും തെറ്റുകാരിയെപ്പോലെ തലകുനിച്ചു നിന്നു. നിന്റെയും അമരേന്ദ്രന്റെയും വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചത് ആരാണ്? പരസ്പരം വാക്ക് പറഞ്ഞ ഞങ്ങളോട് ഇതൊന്നും ആലോചിക്കണമെന്ന് പോലും നിനക്ക് തോന്നിയില്ലല്ലോ. വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞ് നിശ്ചയപത്രികയും കൊടുത്തയച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കുകയെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പാഞ്ചാല രാജന്റെ മുഖത്ത് നോക്കും? എങ്ങനെ പത്രിക തിരികെ വാങ്ങും? അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് നീ ചെയ്തത് ശരിയായില്ല വാസുകി. ഒരിക്കലും എനിക്ക് പുറത്തു തരാവുന്ന കുറ്റമല്ല ഇത്. പ്രതാപകേസരിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. വിവാഹമെന്നാൽ കുട്ടികളിയാണോ മകളെ? കാരണങ്ങൾ ഏതുമില്ലാതെ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്നതും നിശ്ചയമോതിരം വലിച്ചെറിയുന്നതുമൊന്നും സംസ്കാരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്, നീ അതിനെപ്പറ്റി ആലോചിച്ചോ? അമ്മ സുജാതാദേവി ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇത്രയൊക്കെ ആയിട്ടും വാസുകിയുടെ അടങ്ങാത്ത അഹങ്കാരം കണ്ടപ്പോൾ സുജാതാദേവിക്ക് സഹിച്ചില്ല. അവർ കൈയോങ്ങിക്കൊണ്ട് വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. ആരോടാണ്, എവിടെ വെച്ചാണ് സംസാരിക്കുന്നതെന്ന ബോധ്യമില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ചേരനാടിന്റെ അധിപനോടാണോ നിന്റെ ധിക്കാരം? പ്രതാപകേസരി പത്നിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ക്ഷമിക്കൂ ദേവി, ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പാഞ്ചാല ദേശത്തേക്കുള്ള യാത്രയെപ്പറ്റി നീ പിതാവിനോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? നീ രാജ്യത്തിന്റെ രാജകുമാരിയാണ്, അത് മറക്കരുത്. എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിന്റെ മാതാവിനോടെങ്കിലും നിനക്ക് സൂചിപ്പിക്കാമായിരുന്നു. വാസുകിയെ അടുത്ത് വിളിച്ച് പ്രതാപകേസരി തുടർന്നു. ഞാൻ എന്തു പറയണം പിതാവേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുമാരൻ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുന്നത് കാണാൻ പോയ ഞാൻ ദുഃഖിതയായി തിരിച്ചു വന്നെന്നോ? ആ സങ്കടം ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്നോ? കരച്ചിലിന്റെ വക്കോളമെത്തിയ മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ചേരരാജന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം മകളെ ചേർത്തണച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? നിനക്കിഷ്ടപ്പെട്ട പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചു, പത്രിക അയച്ചു, എന്നിട്ട് പെട്ടെന്നത് വേണ്ടെന്ന് വെച്ചു എന്ന് കേട്ടപ്പോഴുള്ള സങ്കടം മാത്രം. നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാമായിരുന്നല്ലോ. ഇല്ല പിതാവേ, എനിക്കൊരു തിടുക്കവുമില്ല. അങ്ങയുടെ തീരുമാനം ഇതുതന്നെയായിരിക്കും എന്നോർത്തുകൊണ്ടാണ് എല്ലാം ഇന്ന് തന്നെ അവസാനിപ്പിച്ചത്. അങ്ങ് ശാസിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രഭോ. വാസുകി എപ്പോഴും കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. പുത്രി വാത്സല്യമേറിയ പിതാവിനെ എങ്ങനെ തന്റെ വരുതിയിലാക്കണമെന്ന് വാസുകിക്ക് നല്ലപോലെ അറിയാം.
മകളെ, ഒരിക്കൽ അപരാജിത പട്ടം നേടിയ ഒരാൾക്ക് പെട്ടെന്ന് ശക്തി ക്ഷയിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമല്ലോ. അതറിയാതെ എടുത്തുചാടി ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിയാണോ? പ്രതാപകേസരി സംശയത്തോടെ ചോദിച്ചു. എന്തിനാണ് പ്രഭു ഇവളോട് വിശദീകരണം തേടുന്നത്? ഇവൾ അങ്ങയുടെ മകളാണ്. അർഹിക്കുന്നതിലധികം വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല. ചേരമഹാറാണിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ദേവി, നീ മിണ്ടാതിരിക്കൂ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? മകളെ വാസുകി, ഇന്ന് അമരേന്ദ്രന്റെ ശക്തിക്കെന്തോ പ്രയാസം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ കാരണങ്ങളൊന്നും തന്നെ നമുക്കറിയില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് അദ്ദേഹത്തിന്റെ ശക്തി തിരിച്ചു കിട്ടിയാലോ? പാഞ്ചാല യുവരാജൻ വീണ്ടും ശക്തി തെളിയിച്ചാൽ ഈ തീരുമാനം മാറ്റേണ്ടി വരില്ലേ നമുക്ക്? അന്ന് പശ്ചാത്തപിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തീരുമാനവും എടുത്തു ചാടി എടുക്കരുതെന്ന്. നല്ല പോലെ ആലോചിച്ചു മാത്രമേ എന്തും തീരുമാനിക്കാവൂ. പിതാവിന്റെ സംസാരം വാസുകിക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. എങ്കിലും അവൾ അനിഷ്ടം പുറത്ത് പ്രകടിപ്പിക്കാതെ നിന്നു. അതേ വാസുകി, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നീ ഇത് അനുസരിച്ചേ പറ്റൂ. നിന്റെ ധിക്കാരം എന്നും അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. സുജാതാദേവി കോപം ശമിക്കാത്ത സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഒരു കൊച്ചു പെൺകുട്ടി എന്തോ അവിവേകം കാണിച്ചു എന്ന് വെച്ച് നീയും അവളെപ്പോലെ വികാരാധീനയായി എന്തൊക്കെയോ പുലമ്പുന്നത് എന്തിനു ദേവി? അവൾ നമ്മുടെ മകളല്ലേ? തെറ്റുപറ്റിയെങ്കിൽ തിരുത്തേണ്ടവരാണ് നമ്മൾ. അല്ലാതെ വാശി കാണിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് വിവേകമതികൾക്ക് ചേരുന്നതാണോ? ചേരരാജൻ പത്നിയെ ശാന്തമായി ശാസിച്ച് മകളോടായി പറഞ്ഞു. വാസുകി, നീ ചെന്ന് വിശ്രമിക്കൂ. ഇന്നൊരുപാട് യാത്ര ചെയ്തതല്ലേ? വാസുകി ചിന്തയിൽ മുഴുകി അറയിലേക്ക് തിരിച്ചു. ചിന്താഭാരത്താൽ തളർന്ന കുമാരിക്ക് പക്ഷേ വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. പിതാവിനും മാതാവിനും ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. അമരേന്ദ്രന്റെ ശക്തിക്ഷയത്തിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതെന്തിന് ഞാൻ അന്വേഷിക്കണം? ഞാൻ വിവാഹം ചെയ്യുന്ന പുരുഷൻ ഇന്നും അപരാജിതനായിരിക്കണം. കേവലം 3 നക്ഷത്രങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരുവന്റെ ഭാര്യയാകുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ല. 8 നക്ഷത്രങ്ങൾ കരസ്ഥമാക്കിയ എന്നെപ്പോലെ ഒരുവൾക്ക് ഒരിക്കലും യോജിച്ച ബന്ധമല്ല അമരേന്ദ്രന്റേത്. കഠിനമായി പരിശീലിച്ചാൽ ഞാനും അപരാജിത പട്ടം കരസ്ഥമാക്കിയ യോദ്ധാവായി മാറും. നഷ്ടപ്പെട്ട ശക്തി തിരികെ ലഭിക്കുമെന്നൊക്കെ നിരൂപിച്ച് ഒരുവനെ ജീവിത പങ്കാളിയാക്കാൻ തക്ക വിഡ്ഢിയൊന്നുമല്ല ഈ വാസുകി. ആലോചനക്കിടയിൽ അവൾ ജനലഴികൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ നിലാവെളിച്ചം ശ്രദ്ധിച്ചു. പാൽനിലാവ് അവളുടെ മേൽ പ്രത്യേകമായൊരു ഒളി വിതറി. പൂർണ്ണേന്ദു പ്രകാശത്തിൽ വാസുകി അതിമനോഹരമായൊരു വെണ്ണക്കൽ പ്രതിമയെപ്പോലെ കാണപ്പെട്ടു. കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ തന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു വേള വാസുകി പോലും മതിമറന്നു നിന്നുപോയി. ഇത്രയും മേനിയഴകും ബുദ്ധിസാമർഥ്യമുള്ള എനിക്ക് അമരേന്ദ്രൻ അനുയോജ്യനല്ല. ഇതെന്റെ തീരുമാനമാണ്. അതിലിനി ഒരു മാറ്റവുമില്ല. ആരെന്തു പറഞ്ഞാലും ശരി, ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇതെന്റെ ജീവിതമാണ്. ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. പിതാവും മാതാവും എന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. വാസുകി ചിന്താകുലയായി. പെട്ടെന്നാണ് മറ്റൊരു ചിന്ത അവളിലൂടെ മിന്നിമാഞ്ഞത്. അതെ, അതുതന്നെയാണ് വഴി എന്നവൾ ഉറപ്പിച്ചു. പിതാവ് പറയുന്നത് പോലെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് തന്റെ പൂർവ്വശക്തി തിരിച്ചു കിട്ടിയാൽ അതെനിക്ക് അപകടമായി ഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തിനാശനത്തിനുള്ള കാരണം കണ്ടുപിടിച്ച് അമരേന്ദ്രൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നാലോ? മറ്റൊരു മഹാചക്ര പരീക്ഷയിൽ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം വീണ്ടും സ്വന്തമാക്കിയാലോ? അജയ്യനായി തന്റെ മുന്നിൽ വന്ന് പ്രതികാരം ചെയ്താലോ? നിഷേധിച്ച പ്രണയത്തെപ്പറ്റി അമരേന്ദ്രന് എന്നോടുള്ള ദേഷ്യവും വാശിയും കൂടാനേ വഴിയുള്ളൂ. എന്നോടുള്ള വാശി നിമിത്തം അയാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും എങ്ങനെയും എന്നെ കീഴ്പ്പെടുത്തണമെന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കാനും സാധ്യതയുണ്ട്. അമരേന്ദ്രന്റെ പിതാവ് അരുണേന്ദ്രനും തന്നോടുള്ള ദേഷ്യം നിമിത്തം മകനെ വിജയശ്രീ ലാളിതനാക്കാൻ എന്തും ചെയ്യുമെന്ന മട്ടിലായിരിക്കും. അവൻ വിജയിച്ചു വന്നാൽ പിന്നെ തൻ്റെ ജീവിതം നരകതുല്യമായിരിക്കും. ഒരു കാലത്തും പിന്നീട് അതിൽ നിന്നൊരു മോചനം എനിക്ക് സാധിക്കുകയില്ല. നഷ്ടപ്രണയം മാത്രമല്ല, കൈവിട്ടുപോയ ആത്മാഭിമാനവും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അമരേന്ദ്രൻ. അതെ, അവനെ ഒരിക്കലും വിജയിക്കാൻ വിടരുത്. അതാണ് വേണ്ടത്. അവൻ്റെ വിജയത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചേ മതിയാവൂ. അതിനുള്ള മാർഗമാണ് ഞാൻ കണ്ടെത്തേണ്ടത്. എന്നെ തോൽപ്പിക്കാൻ ഒരിക്കലും അമരേന്ദ്രന് അവസരം നൽകരുത്. വാസുകി ചിന്തിച്ചുറപ്പിച്ച് തൻ്റെ വിശ്വസ്തനായ നിഘണ്ഠനെ വിളിപ്പിച്ചു. നിഘണ്ഠ, ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. നീ മാത്രമാണ് ഈ ജോലിക്ക് അനുയോജ്യൻ. നിന്നെയല്ലാതെ വേറൊരാളെയും എനിക്ക് ഈ ജോലി വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാര്യത്തിൻ്റെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും കുമാരി, അവിടുത്തെ ആജ്ഞ പോലെ, നിഘണ്ഠൻ വിനീതനായി അറിയിച്ചു.
ഇനി മുതൽ നീ പാഞ്ചാല യുവരാജാവ് അമരേന്ദ്രന്റെ പുറകെ തന്നെ ഉണ്ടാവണം. അവനെ ഒരു നിഴൽ പോലെ നീ അനുഗമിക്കണം. ആരും അറിയാതെ, അവൻ പോലും അറിയാതെ. അവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആരുമായെല്ലാം ഇടപാടുകൾ നടത്തുന്നു, ആരുടെ കീഴിൽ പരിശീലിക്കുന്നു, എന്തൊക്കെ യുദ്ധമുറകൾ അഭ്യസിക്കുന്നു, അങ്ങനെ എല്ലാം എനിക്കറിയണം. ഇനി ഒരിക്കലും പൂർവശക്തി പ്രാപിച്ച് അമരേന്ദ്രൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. മനസ്സിലായോ? എങ്കിൽ ജോലി തുടങ്ങിക്കോളൂ. വാസുകി ഒന്ന് നിർത്തി. എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ തുടർന്നു. നീ ചേരരാജ്യത്തിൻ്റെ ഔദ്യോഗിക ചാരനല്ല എന്ന കാര്യം നീ മറക്കരുത്. നീ എൻ്റെ മാത്രം ചാരനാണ്. എന്ത് കാര്യവും എന്നെ മാത്രം ബോധിപ്പിക്കുക. നിനക്കിന്ന് തന്നെ ജോലി തുടങ്ങാം. കൽപ്പന പോലെ കുമാരി. നിഘണ്ഠൻ ആജ്ഞ ഏറ്റെടുക്കും പോലെ തലയാട്ടി. സർവരാലും അപമാനിക്കപ്പെട്ട് പിതാവിനും പ്രതിശ്രുത വധുവിനും കൊടുത്ത വാക്കു പാലിക്കാനാവാതെ, തൻ്റെ ശക്തിക്ഷയത്തിൻ്റെ കാരണം വ്യക്തമാകാതെ, ഒറ്റ ദിവസം കൊണ്ട് ആത്മവിശ്വാസവും ആത്മാഭിമാനവും തകർന്നു തരിപ്പണമായ ഒരു യുവാവ്. ദേഷ്യവും സങ്കടവും അമർഷവും ഉത്കണ്ഠയും എല്ലാം ചേർന്ന് അയാളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. ദീർഘനാളത്തെ അധ്വാനമെല്ലാം വിഫലമാക്കിയ ആ പരാജയമാണോ, പ്രാണനെപ്പോലെ കരുതിയിരുന്ന പ്രണയിനിയിൽ നിന്നേറ്റ അപ്രതീക്ഷിത പ്രഹരമാണോ അയാളെ കൂടുതൽ പൊള്ളിക്കുന്നതെന്ന് അയാൾക്കിനിയും മനസ്സിലായിട്ടില്ല. സമാധാനവും സ്വസ്ഥതയും തന്നിൽ നിന്നും അകന്നുമാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിൽ പൊങ്ങിയ ചോദ്യങ്ങളൊന്നും ഉത്തരം കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. ഗതി കിട്ടാത്ത ആത്മാക്കളെപ്പോലെ അവ എപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇത്രയും നാൾ അപമാനം ഭയന്ന് കൊട്ടാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ അയാൾ ഭ്രാന്തിന്റെ വക്കോളമെത്തിയിരുന്നു. അമരേന്ദ്രൻ കൊട്ടാരവാതിൽ കടന്ന് ആരോടും ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. ചുറ്റും കാണുന്നവരെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ പാതയിലേക്ക് മാത്രം കണ്ണും നട്ട് അയാൾ നടന്നു. ചുറ്റിലും കേൾക്കുന്ന അടക്കിപ്പിടിച്ച ചിരികളും പരിഹാസവാക്കുകളും ഗൗനിക്കാതെ. അമര, നീ എങ്ങോട്ട് പോകുന്നു? ഞാനും വരാം. മാധുരി അമരേന്ദ്രനെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല മാധുരി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടല്ല ഇറങ്ങിയത്. കാലുകൾ കുഴയുന്നവരെ നടക്കണം. പാത അവസാനിക്കുന്നില്ലല്ലോ. എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അമരേന്ദ്രൻ അവളെ നോക്കാതെ പറഞ്ഞു നിർത്തി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമര? ആളുകൾ പറയുന്നതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് കൂട്ടുകാരാ. എല്ലാം ശരിയാവും. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീ എന്തായാലും പുറപ്പെട്ടതല്ലേ, ഞാൻ മുടക്കുന്നില്ല. സുരക്ഷിതനായി പോയി വരൂ. മാധുരി അമരേന്ദ്രനെ ആശ്ലേഷിച്ചുകൊണ്ട് യാത്രയാക്കി. എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞ അയാളുടെ കാലുകൾ മാതാവിൻ്റെ സമാധിയിലാണ് അവസാനിച്ചത്. അവിടെ എത്തിയപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെട്ടു. മനസ്സിന് വല്ലാത്തൊരു ഭാരക്കുറവ്. ഇത്രയും നാൾ തന്നെ അലട്ടിയിരുന്ന ചോദ്യങ്ങളെല്ലാം ഒരു തൂവൽ പോലെ തന്നിൽ നിന്ന് പാറിപ്പറന്നു പോയതുപോലെ. അമരേന്ദ്രൻ അവിടെ താഴെ ഇരുന്നു കൊണ്ട് സമാധിയിൽ വീണു പഴകിയ പൂവുകളും ഇലകളുമെല്ലാം നീക്കി വൃത്തിയാക്കി. തൽസ്ഥാനത്ത് അയാൾ ഒരു പനിനീർ പുഷ്പം സമർപ്പിച്ചു. തൻ്റെ മാതാവിന് ഏറെ പ്രിയപ്പെട്ട വെള്ള പനിനീർ പുഷ്പം. മാതാവേ, അവിടുന്ന് എന്നെ കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എൻ്റെ സങ്കടങ്ങളെപ്പറ്റി അറിയുന്നുണ്ടോ? ഞാൻ തോറ്റുപോയി മാതാവേ. തോൽവിയും അപമാനവും എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എൻ്റെ സങ്കടങ്ങളിൽ എനിക്കൊപ്പം ഇരിക്കാൻ, ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ. കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് അമരേന്ദ്രൻ തൻ്റെ സങ്കടത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു. മാതാവേ, എൻ്റെ എത്ര നാളത്തെ കഠിനാധ്വാനമാണെന്നോ വൃഥാവിലായത്. എൻ്റെ ശക്തിയും ആത്മവിശ്വാസവുമെല്ലാം എവിടെ പോയി ഒളിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ അമരേന്ദ്രനാകാൻ സാധിക്കില്ലേ? വീണ്ടും എനിക്ക് അജയനാകാൻ കഴിയില്ലേ? 3 വർഷങ്ങൾക്ക് ശേഷം വാസുകിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാവില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ മാതാവേ, എന്തെങ്കിലും. ദുഃഖത്തിൻ്റെയും അപമാനഭാരത്തിൻ്റെയും ചുടുകണ്ണീർ അമരേന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി. ഞാൻ ഈ നശിച്ച ജീവിതത്തെ തന്നെ വെറുക്കുന്നു മാതാവേ. എല്ലാവർക്കും അപമാനമായി എന്തിനാണ് എനിക്കിങ്ങനൊരു ജീവിതം? മതിയായി. എല്ലാം അവസാനിപ്പിച്ച് മാതാവിൻ്റെ അടുത്തേക്ക് വന്നോട്ടെ ഞാൻ. ഇല്ല, അങ്ങനെ ചെയ്താൽ അതിമഹത്തായ രാജവംശത്തിന് തന്നെ ഒരു തീരാ കളങ്കമാകും. പാഞ്ചാല രാജൻ അരുണേന്ദ്ര മഹാരാജാവിന്, എൻ്റെ പിതാവിന് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കടും കൈ ചെയ്തുകൂടാ. എല്ലാവരും ഇപ്പോൾ കരുതും പോലെ ഞാൻ വെറും ഒരു ഭീരുവായി മുദ്രകുത്തപ്പെടും. ഭീരുവല്ല ഈ അമരേന്ദ്രൻ, പാഞ്ചാല രാജ്യത്തിന്റെ യുവരാജാവാണ്. പെട്ടെന്നാണ് ഒരു ഭീമാകാര ശബ്ദം
അമരേന്ദ്രന്റെ കരച്ചിലിനും മീതെ പ്രതിധ്വനിച്ചത്. താനല്ലാതെ മറ്റാരുമില്ലാത്ത ഈയിടത്തിൽ എവിടെ നിന്നാണ് മറ്റൊരു ശബ്ദം എന്നയാൾ അമ്പരന്നു. കരച്ചിൽ നിർത്തി അയാൾ ചുറ്റുപാടും നോക്കി. അന്തരീക്ഷമാകെ കലങ്ങി മറഞ്ഞിരിക്കുന്നു. അതിശക്തമായ കാറ്റും പൊടിയും അയാളുടെ കാഴ്ചയെ മറച്ചു. സമാധിയിൽ സമർപ്പിച്ച പനിനീർപ്പൂവ് ഇതളുകളായി എങ്ങോട്ടോ പറന്നകന്നു. ഉണങ്ങിയ ഇലകളും പൊടിപടലവും വീണ്ടും സമാധിയിൽ സ്ഥാനമുറപ്പിച്ചു. നിമിഷങ്ങൾക്കകം കാറ്റു നിന്നു. നേരത്തെ ശ്രവിച്ച ആ ശബ്ദം വീണ്ടും കാതുകളിലേക്ക് വന്നലച്ചു. അമരേന്ദ്ര! ആ അജ്ഞാത ശബ്ദത്തിന്റെ ആജ്ഞാശക്തിയിൽ അമരേന്ദ്രൻ ആകൃഷ്ടനായി. അയാൾ പരിഭ്രാന്തിയോടെ ചുറ്റുപാടും നോക്കി. ആ ശബ്ദത്തിന്റെ ഉറവിടത്തെ അന്വേഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ ആരെയാണ് അന്വേഷിക്കുന്നത് കുമാര? ശാന്തനാകൂ. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിന്റെ കയ്യിലെ മോതിരത്തിലേക്ക് ഒന്ന് കാതോർക്കൂ. എന്റെ ശബ്ദം കേൾക്കാം. ആ അജ്ഞാത ശബ്ദം അതേ സ്വരത്തിൽ ആവർത്തിച്ചു. മരങ്ങളുടെ മറവ് മുതൽ സമാധിക്ക് നാലുപുറവും പരതി നടന്ന അമരേന്ദ്രൻ ഒരു നിമിഷം സ്തബ്ധനായി. വിശ്വസിക്കാനാവാത്ത പോലെ അവൻ നിശ്ചലനായി. ചുറ്റുപാടും ഒന്നുകൂടി കണ്ണോടിച്ചു. നീ എന്നെ അന്വേഷിച്ച് വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. ആ വിരലിലേക്ക് ഒന്ന് നോക്കിയാലും അമരേന്ദ്ര. അജ്ഞാത ശബ്ദം വീണ്ടും മുഴങ്ങി. പ്രായമേറിയതെങ്കിലും പ്രൗഢിയുള്ള ഘനശബ്ദം തുടർന്നു. നീ എന്തോ വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. എന്തുപറ്റി? ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാം. കാതുകൾ കൊണ്ട് കേട്ടത് തെറ്റാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അമരേന്ദ്രൻ വലത് കൈയിലെ മോതിരത്തിലേക്ക് നോക്കി. തന്റെ മാതാവ് അവസാനമായി തനിക്ക് നൽകിയ വജ്രം പതിപ്പിച്ച വിശിഷ്ട മോതിരം വെട്ടിത്തിളങ്ങി. നോക്കി നിൽക്കെ മോതിരത്തിൽ നിന്ന് വലിയൊരു പ്രകാശം പുറത്തേക്ക് വ്യാപിച്ചു. അന്തരീക്ഷം വീണ്ടും കലുഷിതമായി. വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മോതിരത്തിൽ നിന്നുള്ള പ്രകാശം അമരേന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് മുന്നിൽ നടക്കുന്നതെന്തെന്ന് മനസ്സിലാവാതെ അമരേന്ദ്രൻ പകച്ചുപോയി. സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാനാവാതെ അദ്ദേഹം പരിഭ്രമം മറച്ചുവെക്കാതെ ആരാഞ്ഞു. ആരാണ് താങ്കൾ? ആരാണ്? എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നിരിക്കുന്നത്? ആ പുകമറയ്ക്കുള്ളിൽ നിന്ന് ഒരു രൂപം പതിയെ ദൃശ്യമാകാൻ തുടങ്ങി. ശുഭ്രവസ്ത്രം ധരിച്ച് വെളുത്ത് നീണ്ട താടി തലോടി ഈ ലോകത്തെ മുഴുവൻ ശാന്തതയും സമാധാനവും തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നത് പോലെ വെളുക്കേച്ചിരിക്കുന്ന ഒരു മനുഷ്യരൂപം അമരേന്ദ്രന് മുന്നിൽ പ്രത്യക്ഷനായി. ജ്ഞാനവും വിവേകവും അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ തിളങ്ങി. ഒരു ദേവദൂതനെ പോലെ ആകാശവെണ്മയിൽ ആറാടി നിൽക്കുന്ന ആ രൂപത്തെ അമരേന്ദ്രൻ കണ്ണിറുകി കണ്ടു. ഇതുവരെ താൻ ദർശിക്കാത്ത ഒരു കാഴ്ച. താങ്കൾ എങ്ങനെയാണ് എന്റെ മോതിരത്തിൽ കയറിക്കൂടിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താങ്കൾ ആരാണ്? എവിടെ നിന്നാണ്? അമരേന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ആ ശബ്ദം പ്രതിവചിച്ചു. ഞാൻ ആരാണ്, എന്താണ് എന്നതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അമരേന്ദ്ര. നീ അറിയേണ്ടത് സമയാസമയങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. ഒന്നു മാത്രം അറിഞ്ഞുകൊള്ളുക. നിന്നെ രക്ഷിക്കാൻ വന്നതാണ് ഞാൻ. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? എനിക്കാരുടെയും സഹായം വേണ്ട. എന്നെ ഒന്ന് സ്വസ്ഥമായി വിട്ടാൽ മതി. അമരേന്ദ്രൻ ഈർഷ്യ മറച്ചുവെക്കാതെ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് കുമാര. നിദ്രയിലും ഉണർവിലും ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് എന്റെ ജീവൽ ചൈതന്യം വെളിവാക്കാൻ പറ്റിയ സമയമെന്ന് ഞാൻ അറിയുന്നു. ഇനി നിന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ കൂടെ തന്നെയുണ്ട്. ആ മനുഷ്യരൂപം മറുപടി പറഞ്ഞു. എന്ത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? കഴിഞ്ഞ 3 വർഷമായി അങ്ങ് എന്നോടൊപ്പമുണ്ടെന്നോ? അസംഭവ്യം. ഞാൻ അറിയാതെ എങ്ങനെ എന്നോടൊപ്പം? അമരേന്ദ്രൻ ആലോചനാ നിമഗ്നനായി പതിയെ പറഞ്ഞു. അതേ കുമാര, നിനക്കെന്താണിത് വിശ്വസിക്കാൻ പ്രയാസം? ഇപ്പോൾ ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷനായല്ലോ. അദ്ദേഹം ശാന്തനായി പ്രതിവചിച്ചു. പെട്ടെന്ന് അമരേന്ദ്രൻ ഭാവം മാറി രോഷാകുലനായി പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങയുടെ സാന്നിധ്യമാണ് എന്റെ എല്ലാ പരാജയത്തിനും പിറകിൽ അല്ലേ? അങ്ങ് കാരണമാണ് മഹാചക്ര പരീക്ഷയിൽ ഞാൻ തോറ്റുപോയത്. എല്ലാവരുടെയും മുന്നിലും അപമാനിതനായി ഇപ്പോൾ സ്വയം ഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്നൊരുത്തനായി ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്റെ ജീവിതവും പ്രണയവും അഭിമാനവും ശക്തിയും എല്ലാം അങ്ങ് മൂലമാണ് നഷ്ടമായത്. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. അപരാജിത പട്ടം നേടാൻ സർവ്വതാ യോഗ്യനായ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചിട്ട് അങ്ങേക്ക് എന്താണ് നേടേണ്ടത്? അമരേന്ദ്രന്റെ കോപം മുഴങ്ങുന്ന സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല.
അദ്ദേഹം ഉച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. അത് കേട്ടപ്പോൾ അമരേന്ദ്രൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അങ്ങെന്തിനാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? അങ്ങയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ പാഞ്ചാല ദേശം മുഴുവൻ ഇപ്പോൾ എന്നെയോർത്ത് പരിഹാസവർഷം ചൊരിയുകയാണ്. ഇപ്പോൾ അങ്ങും ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞാൻ എന്തിനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്? മതിയായി, എല്ലാം മതിയായി. എനിക്ക് നിങ്ങളെ കാണണ്ട. മുന്നിൽ നിന്ന് പോകൂ. കോപമടക്കാനാവാതെ അമരേന്ദ്രൻ ആ വജ്രമോതിരം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വികാരവിക്ഷോഭത്താൽ താൻ ഊരിയെറിയുന്നത് സ്വന്തം മാതാവിന്റെ അന്ത്യസമ്മാനമാണെന്നു കൂടി അമരേന്ദ്രൻ മറന്നുപോയി. നിഷ്കളങ്കമായിരുന്ന ആ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. സംഭവിച്ചത് സംഭവിച്ചു. വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല കുമാര. വികാരങ്ങളെ അടക്കാൻ പഠിക്കൂ. നീ ഒരു യുവരാജാവാണ് എന്ന കാര്യം മറക്കരുത്. ഞാനല്ല നിന്റെ പരാജയങ്ങൾക്ക് കാരണം. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നവനാണ്. നീ ഊരിയെറിഞ്ഞ ഈ മോതിരം വിരലിൽ അണിയോ? നിങ്ങളെ ഞാൻ എന്തിനി സഹിക്കണം? എന്തിനാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത്? എനിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ഈ മോതിരം ഇനി ഞാൻ അണിയുന്ന പ്രശ്നമില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്റെ എല്ലാ പരാജയങ്ങളുടെയും ഹേതുവായ അങ്ങയെ ഇനിയും വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടൂ. അമരേന്ദ്രൻ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. നിന്നോടൊരു വാഗ്വാദത്തിന് ഞാൻ മുതിരുന്നില്ല. കുമാരന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇന്നെനിക്ക് പറയാനാവില്ല. സമയം വരട്ടെ, അന്നെല്ലാം വ്യക്തമാവും. സംയമനം പാലിച്ചുകൊണ്ട് ആ മനുഷ്യരൂപം തുടർന്നു. ഈ പാഞ്ചാല രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ചു നടക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ? അപമാനിച്ചവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതനായി നിൽക്കണ്ടേ? അങ്ങേ പറഞ്ഞു പറ്റിച്ച ചേരരാജകുമാരിക്കുള്ള മറുപടിയെങ്കിലും നൽകേണ്ടേ? 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുമെന്ന് പാഞ്ചാല രാജന് നൽകിയ വാക്കെങ്കിലും പാലിക്കേണ്ടേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വാസുകിയുടെ കാര്യം കേട്ടതിലുള്ള അമർഷത്തോടെ അമരേന്ദ്രൻ പറഞ്ഞു. എന്റെ സഹായമില്ലാതെയും കുമാരന് അപരാജിത പട്ടം സ്വന്തമാക്കാൻ പറ്റുമായിരിക്കും. ഇല്ലെന്നല്ല, അങ്ങിത്രയും അറിവും കഴിവും ഉള്ളവനാണ്. പക്ഷേ അതിനുള്ള സമയം കുറവാണ്. അങ്ങേക്കിപ്പോൾ 20 വയസ്സ് തികഞ്ഞു. 21 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും അങ്ങേക്ക് 7 നക്ഷത്രങ്ങളെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ അങ്ങ് ഭ്രഷ്ടനാകും. ഈ ഒരു വർഷത്തിനുള്ളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 7 ഉയർത്തുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നൂറ്റാണ്ടുകളായുള്ള പാഞ്ചാല നിയമസംഹിത അനുസരിച്ച് 21 വയസ്സിനുള്ളിൽ കരസ്ഥമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ ഭ്രഷ്ട് തന്നെ ഫലം. അതിൽ നിന്ന് അങ്ങയുടെ പിതാവ് പാഞ്ചാല രാജാധിപൻ അരുണേന്ദ്ര രാജന് പോലും അങ്ങയെ രക്ഷിക്കാൻ കഴിയില്ല. ആ ശുഭ്രരൂപം അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങയ്ക്കിതൊക്കെ എങ്ങനെ അറിയാം? അങ്ങ് ആരാണ്? എന്നെ നാടുകടത്താമെന്നെല്ലാം എന്റെ മുന്നിൽ വന്നു നിന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ഈ രാജ്യത്തിന്റെ യുവരാജാവാണ്, അത് മറക്കരുത്. സ്വയം സമാധാനിക്കാൻ എന്ന വണ്ണം അമരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. താൻ അനുഭവിക്കേണ്ട പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ശോഭനമായിരുന്ന തന്റെ ഭാവി കാലത്തേക്ക് ഇരുട്ടിനെ തള്ളിക്കയറ്റിയത് തന്റെ അങ്കുലീയത്തിൽ കുടിപാർത്തിരുന്ന ഈ മനുഷ്യൻ തന്നെയായിരിക്കുമെന്ന് അതുവരെയും അമരേന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു. സത്യമെന്താണ്? ആരാണ് ഈ യോഗി? അമരേന്ദ്രന്റെ മനസ്സിനെ ചോദ്യങ്ങൾ മതിച്ചുകൊണ്ടിരുന്നു. ചൈതന്യം തുളുമ്പുന്ന ആ യോഗി അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ശക്തിക്ഷയത്തിനുള്ള ഹേതു ഇദ്ദേഹമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യം. 21 വയസ്സിനപ്പുറം ഞാൻ എന്ത് നേടിയിട്ടും ഫലമുണ്ടാവില്ല. നേടാനുള്ളതെല്ലാം അതിനു മുമ്പ് ഇതാ ഈ 20 വയസ്സിൽ നേടിയിരിക്കണം. അപരാജിത പട്ടം മുതൽ വാസുകിയുമായുള്ള വിജയം ഉൾപ്പെടെ. എങ്കിൽ മാത്രമേ പാഞ്ചാല രാജ്യത്തിന്റെ സിംഹാസനം എനിക്ക് അലങ്കരിക്കാനാകൂ. പിതാവിനോടും സ്വർഗം പൂകിയ മാതാവിനോടുമുള്ള കടമ എനിക്ക് നിർവഹിക്കാനാകൂ. അമരേന്ദ്രൻ ചിന്തിച്ചുറപ്പിച്ച മട്ടിൽ നിന്നു ശേഷം ഒരിക്കൽ കൂടി യോഗിയോടായി ചോദിച്ചു. എന്നാലും അങ്ങേക്കിതൊക്കെ എങ്ങനെ അറിയാം? അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തന്നെ വെക്കാം. പക്ഷേ ആരാണെന്ന് പോലും അറിയാത്തൊരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്തിനു വിശ്വസിക്കണം? ഞാൻ പറഞ്ഞത് മാത്രമാണ് അമരേന്ദ്ര സത്യം. അതുമാത്രമാണ് യാഥാർത്ഥ്യം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആസന്നമായ യാഥാർത്ഥ്യത്തെ മാറ്റാൻ സാധ്യമല്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ വാസുകിയുമായുള്ള യുദ്ധത്തിൽ നീ പരാജയപ്പെടും. യോഗിവര്യൻ അമരേന്ദ്രനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് അങ്ങ് വാസുകിയുടെ നാമം എപ്പോഴും ഉരുവിടുന്നത്? അമരേന്ദ്രൻ കോപാകുലനായി.
ശാന്തനാകൂ കുമാര. ഒരാൾക്ക് കഠിന പരിശ്രമം ചെയ്യാൻ ഇങ്ങനെ കുറച്ചു മനുഷ്യർ ഉണ്ടാകുന്നത് നല്ലതല്ലേ? വിശ്രമമില്ലാതെ പരിശീലിക്കാനും വിജയം കൊയ്യാനും ആ നാമം മനസ്സിൽ കിടക്കട്ടെ. അമരേന്ദ്ര, അതിന് നീ എന്തിനു ദേഷ്യപ്പെടണം? വാസുകി എന്ന പേര് നിനക്കിപ്പോൾ വാശിയാണ് നൽകേണ്ടത്. ആലോചിച്ച് ഉചിതമായ തീരുമാനത്തിലെത്തൂ കുമാര. യോഗി വിശദീകരിച്ചു. എന്തിനാണ് അങ്ങെന്നെ സഹായിക്കുന്നത്? അങ്ങന്റെ ആരാണ്? അങ്ങയെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ. അമരേന്ദ്രൻ സംശയം തീരാതെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുമാര, മുഴുവൻ കാര്യങ്ങളും അങ്ങയോട് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക. അങ്ങയുടെ മാതാവ് സമ്മാനിച്ച ഈ മോതിരത്തിലാണ് ഞാൻ ഇത്രയും കാലം കുടിപാർത്തിരുന്നത്. അങ്ങയുടെ മാതാവ് അങ്ങേക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. നീ എന്നെ വിശ്വസിച്ചേ മതിയാവൂ. യോഗി പറഞ്ഞു നിർത്തി. അമരേന്ദ്രൻ ചിന്തയിൽ മുഴുകി. മാതാവ് എനിക്കൊരിക്കലും ദോഷം ചെയ്യില്ല. ഇദ്ദേഹം പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മാതാവിന്റെ വാക്കുകളെപ്പോലെ വിശ്വസിക്കാനേ തരമുള്ളൂ. നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ ഇദ്ദേഹത്തിന്റെ സഹായം തേടാം. എന്താണ് ആലോചിക്കുന്നത് കുമാര? യോഗി ചോദിച്ചു. ഞാൻ അങ്ങ് പറയുന്നത് പോലെ അനുസരിക്കാം. അങ്ങയുടെ വാക്കുകൾ എൻ്റെ മാതാവിൻ്റെ വാക്കുകൾ പോലെ ഞാൻ ശ്രവിച്ചുകൊള്ളാം. കേവലം ഒരു കൊല്ലത്തിനുള്ളിൽ മഹാചക്ര പരീക്ഷയിൽ വിജയിക്കാൻ തനിച്ച് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങൻ്റെ ഗുരുസ്ഥാനീയനായി എന്നെ ഉപദേശിച്ചാലും വാസുകിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ വിജയിച്ചു വരുന്ന നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ള എൻ്റെ യാമങ്ങൾ. ഒടുവിൽ അമരേന്ദ്രൻ യോഗിയുടെ വാക്കുകൾക്ക് മുന്നിൽ വഴങ്ങി. നല്ലത് കുമാര, നിനക്ക് വിവേകമുദിച്ചുവെന്ന് തന്നെ കരുതട്ടെ. നിന്റെ ജയം ഇനി എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതിനായി ഏതറ്റം വരെയും നമുക്ക് പോകാം. നീ പറഞ്ഞതുപോലെ ഗുരുസ്ഥാനീയനായി തന്നെ എന്നെ കരുതിക്കൊള്ളുക. യോഗി സംതൃപ്തിയോടെ പ്രതിവചിച്ചു. ഗുരു, അങ്ങയുടെ പേരെങ്കിലും? അമരേന്ദ്രൻ ചോദിച്ചു. എന്റെ പേര് വരുണമിത്രൻ എന്നാണ് കുമാര. നിനക്കെന്നെ ഗുരുജി എന്ന് വിളിക്കാം. പ്രായത്തിലും അനുഭവത്തിലും വിവേകത്തിലും ഈ മനുഷ്യൻ മറ്റാരേക്കാളും ഉന്നതൻ തന്നെ. ഇദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആലോചിച്ചുറപ്പിച്ച് അമരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയാവട്ടെ ഗുരുജി. എല്ലാം അങ്ങ് പറയുന്നത് പോലെ. നമ്മൾ എന്നു മുതലാണ് പരിശീലനം ആരംഭിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കാര്യവും പിന്നേക്ക് നീട്ടിവെക്കരുതെന്നല്ലേ? നമുക്കിന്ന് തന്നെ ആരംഭിക്കാം. ആദ്യം മനസ്സിനും ശരീരത്തിനുമുള്ള പരിശീലനം തന്നെയാവട്ടെ. ഒരൗഷധം സേവിച്ചുകൊണ്ട് ആരംഭിക്കാം. എന്താ? വരുണമിത്രൻ ആരാഞ്ഞു. അങ്ങയുടെ ഇംഗിതം പോലെ ഗുരു. അങ്ങുദ്ദേശിക്കുന്നത് മൈഥിലി ദ്രാവകമാണോ? തെല്ലൊരു ഞെട്ടലോടെ അമരേന്ദ്രൻ ചോദിച്ചു. അല്ല, അതിനേക്കാൾ 10 മടങ്ങ് ശക്തി പ്രദാനം ചെയ്യുന്ന ഒന്ന്, അമൃതിന് തുല്യം. മറ്റെന്തിനേക്കാളും ഊർജം നൽകുന്ന പാനീയം. ലോകത്തിലെ തന്നെ കേൾവി കേട്ട ഈ ഔഷധത്തിന്റെ പേര് അമൃതധാര. വരുണമിത്രൻ അത്ഭുതഭാവത്തിൽ പറഞ്ഞു നിർത്തി. അമൃതധാര? അങ്ങനെ ഒരു പാനീയമുണ്ടോ? ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. മറ്റേത് ദ്രാവകങ്ങളെക്കാളും ഇതിനുള്ള മേന്മ എന്താണ് ഗുരുജി? അമരേന്ദ്രൻ വീണ്ടും സംശയാലുവായി. കുമാര, അറിയുവാനുള്ള നിന്റെ ത്വരയെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ എന്നോട് അധികം ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ടതില്ല. ഞാൻ ചെയ്യാൻ പറയുന്ന ഏതൊന്നിനും എന്തെങ്കിലും ലക്ഷ്യം കാണും. അത് സമയമാവുമ്പോൾ കുമാരൻ തിരിച്ചറിയും. മനസ്സിലായല്ലോ? വരുണമിത്രൻ നീരസം മറച്ചു വെക്കാതെ പറഞ്ഞു. എന്നാലും അമരേന്ദ്രന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല. കുമാര, ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. എൻ്റെ ലക്ഷ്യം ഞാൻ നിറവേറ്റുന്നു എന്നേയുള്ളൂ. അതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ട. ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങിയാൽ അതിനു മാത്രമേ നമുക്ക് സമയം കിട്ടൂ. നമ്മുടെ കയ്യിൽ പരിമിതമായ സമയമേ ഉള്ളുവെന്നറിയാമല്ലോ. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ കുറച്ച് കർമ്മം ചെയ്യൂ. വരുണമിത്രൻ അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആജ്ഞ പോലെ ഗുരുജി. അമരേന്ദ്രൻ അച്ചടക്കമുള്ള ഒരു ശിഷ്യനായി. കുമാര, കുറച്ച് പച്ചമരുന്നുകൾ ഞാൻ കുറിച്ചു തരാം. അതെത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാൽ നമുക്ക് അമൃതധാര നിർമ്മിക്കാൻ ആരംഭിക്കാം. അതും സേവിച്ചുകൊണ്ടാവട്ടെ ആരംഭം കുറിക്കുന്നത്. പിഴയ്ക്കാത്ത ചുവടുകൾ ഈശ്വരൻ നിനക്ക് സമ്മാനിക്കും.
വരുണമിത്രൻ കുറിപ്പടി കൈമാറി. അയ്യോ, ഈ മരുന്നുകൾക്കെല്ലാം വലിയ വില നൽകേണ്ടി വരുമല്ലോ. എന്റെ കൈവശം ഇപ്പോൾ ഇത്രയും പണം. അമരേന്ദ്രൻ നിസ്സഹായാവസ്ഥ മറച്ചുവെക്കാതെ പറഞ്ഞു. നിന്നെ പരിശീലിപ്പിക്കാനും പൂർണ്ണ ആരോഗ്യവാനായി നിലനിർത്താനും എനിക്ക് സഹായിക്കാനാകും. പക്ഷേ അതിനുള്ള പണം നീ തന്നെ കണ്ടുപിടിക്കണം. അത് നിന്റെ കടമയാണ്. വരുണമിത്രൻ കൈമലർത്തി. 1000 സ്വർണ്ണ നാണയങ്ങൾ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്രമകരമായ ജോലിയാണ്. എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം ഗുരുജി. അമരേന്ദ്രൻ ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു കാലടിയൊച്ച കേൾക്കുന്നത്. ആ കാലടി ശബ്ദം അവരെ ലക്ഷ്യമാക്കി നടന്നു വരികയാണെന്ന് മനസ്സിലാക്കി അമരേന്ദ്രനും വരുണമിത്രനും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായി. ഞാൻ ഈ മോതിരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അമരേന്ദ്ര. എന്നെ ആരും കാണാൻ പാടില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിവിടെ സംഭവിച്ചതെല്ലാം രഹസ്യമാക്കി തന്നെ സൂക്ഷിക്കുക. ഒരാളോട് പോലും ഒന്നും പറയരുത്. എന്നെ കണ്ടതും നമ്മൾ സംസാരിച്ചതും ഒന്നും അമൃതധാരയുണ്ടാക്കാനാണ് ഈ ഔഷധക്കൂട്ടുകളെന്നും ആരും അറിയാനും പാടില്ല. വരുണമിത്രൻ നിർദ്ദേശങ്ങൾ നൽകി അങ്കുലീയത്തിന്റെ ഇത്തിരി വട്ടത്തേക്ക് മറഞ്ഞു. കാലടി ശബ്ദം അടുത്തടുത്ത് വരുംതോറും ആരാണ് തന്നെ തേടി വരുന്നതെന്ന് അമരേന്ദ്രന് മനസ്സിലായി. താൻ ഏതവസ്ഥയിലാണെങ്കിലും തന്നെ തേടി വരുന്ന ഒരേ ഒരു മനുഷ്യൻ. കളിക്കൂട്ടുകാരി മാധുരിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. നീ പോന്നിട്ട് ഒരുപാട് സമയമായല്ലോ അമര, അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ്. മാധുരി സ്വയം വിശദീകരിച്ചു. ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലല്ലോ മാധു. അമരേന്ദ്രൻ ആശ്ചര്യവാനായി. മനസ്സിന് അത്രയും വിഷമം തോന്നുമ്പോൾ നീ ഇവിടെയല്ലേ സ്ഥിരം വരുന്നത്? മാതാവിന്റെ സമാധിയേക്കാൾ, മാതാവിന്റെ സാമീപ്യത്തേക്കാൾ നിന്നെ സുഖപ്പെടുത്താൻ മറ്റേതു മരുന്നിന് കഴിയും? ഇതൊക്കെ എനിക്കറിയാത്തതാണോ? നിനക്കെന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും. ആരെന്തു പറഞ്ഞു നിന്നെ അവഹേളിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. നിന്റെ കഴിവിലും പ്രവൃത്തിയിലും എനിക്ക് ഉറച്ച ബോധ്യമുണ്ടമര. നീ ഒന്നുകൊണ്ടും പേടിക്കരുത്. ഇല്ല മാധു, എന്നെക്കുറിച്ച് ഓർക്കാൻ നീയെങ്കിലും ഉണ്ടെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ. പ്രാണനെപ്പോലെ വിശ്വസിച്ച മനുഷ്യരാൽ വഞ്ചിക്കപ്പെട്ടാൽ പിന്നെ ലോകത്തുള്ള മറ്റൊരാളെയും നമുക്ക് വിശ്വാസത്തോടെ കൂടെ കൂട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നീ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. അവളുടെ പിന്തുണയോടുള്ള വാക്കുകൾ കേട്ട് അമരേന്ദ്രന് തെല്ലൊരാശ്വാസം തോന്നിയെങ്കിലും പൊടുന്നനെ അത് ആശങ്കകൾക്ക് വഴിമാറി. എന്തു പറ്റി അമര? പെട്ടെന്നെന്താ മുഖത്തിനൊരു മാറ്റം? ആ മാറ്റം നിരീക്ഷിച്ചിട്ടെന്നോണം മാധുരി ആരാഞ്ഞു. അത് പിന്നെ മാധു, നിന്റെ കയ്യിൽ കുറച്ച് പണമുണ്ടാകുമോ? സ്വർണ്ണ നാണയങ്ങൾ. അമരേന്ദ്രൻ ആവശ്യം അറിയിച്ചു. അത് കേട്ട് മാധുരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അമരേന്ദ്രൻ തന്നോട് പണമോ സ്വർണ്ണ നാണയങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനത് ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പാഞ്ചാലരാജൻ അതാത് സമയത്ത് തന്നെ നിറവേറ്റി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെന്തു പറ്റി? തുടങ്ങിയ ആലോചനകളിൽ മുഴുകി നിന്ന മാധുരിയോട് അമരേന്ദ്രൻ വിശദീകരിക്കുന്ന മട്ടിൽ പറഞ്ഞു. പണം ചോദിച്ചാൽ പിതാവ് തരാഞ്ഞിട്ടല്ല മാധു. നിനക്കറിയാമല്ലോ, പിതാവ് നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിര് നിൽക്കുന്ന ആളല്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ പണം ചോദിക്കാൻ എനിക്കെന്തോ ഒരു മനപ്രയാസം. അദ്ദേഹം ആകപ്പാടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ കാരണം അദ്ദേഹവും എല്ലാവരാലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് സഹായം ചോദിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. നിസ്സഹായത കൊണ്ട് ചുവന്ന തുടുത്ത അമരേന്ദ്രനെ നോക്കി മാധുരി പറഞ്ഞു. അമര, നീ ഇത്രയൊന്നും വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. എനിക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത് തികയുമോ നിന്റെ ആവശ്യങ്ങൾക്ക്? കൂടുതൽ വേണമെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കട്ടെ. നമുക്ക് വഴിയുണ്ടാക്കാം. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല മാധുരി. ഇപ്പോൾ നീ ഈ ചെയ്യുന്ന സഹായത്തിനുള്ള ഫലം ഭാവിയിൽ നിനക്ക് കാണാനാകും. അന്ന് മറ്റാരേക്കാളും അതിൽ സന്തോഷിക്കുക നീയായിരിക്കും. അമരേന്ദ്രൻ നന്ദിയോടെ പറഞ്ഞു നിർത്തി. എന്താ അമര, ഈ നന്ദി പറച്ചിലിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ നമുക്കിടയിൽ? ഒരത്യാവശ്യമില്ലാതെ നീ എന്നോട് പണം ചോദിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ നന്ദിയൊന്നും പറയേണ്ട. വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാധുരി ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. നിനക്ക് എന്തിനാണ് പെട്ടെന്ന് ഇത്രയും പണം? എന്ത് വാങ്ങിക്കുന്നതിനാണ്? ഞാനും വരട്ടെ. ദിവസച്ചന്തയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. നിനക്കൊഴിവാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. അമരേന്ദ്രൻ ഉത്തരം നൽകി.
പാഞ്ചാല നാടിന് കിഴക്കേ അതിലുള്ള ദിവസചന്ത ലക്ഷ്യമാക്കി അമരേന്ദ്രനും മാധുരിയും യാത്ര ആരംഭിച്ചു. അതേസമയം ചാരൻ നിഘണ്ഠൻ അവരുടെ സംഭാഷണങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വാസുകിയുടെ നിർദ്ദേശപ്രകാരം അമരേന്ദ്രന്റെ എല്ലാ പ്രവൃത്തികളും അയാളുടെ പൂർണ്ണ നിരീക്ഷണത്തിലായിരുന്നു. സംജാതമായ അപകടത്തെക്കുറിച്ചറിയാതെ അമരേന്ദ്രനും മാധുരിയും മറ്റ് കാവൽക്കാരുടെയൊന്നും അകമ്പടിയില്ലാതെ ദിവസചന്തയിലെത്തി. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാരും കൃഷിക്കാരും അന്യദേശ വാണിഭക്കാരുമെല്ലാം നിറഞ്ഞ സാമാന്യം വലിയൊരു ചന്തയായിരുന്നു അത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അമരേന്ദ്രന്റെ മുത്തച്ഛൻ സ്ഥാപിച്ചതായിരുന്നു ഇത്തരം ദിവസചന്തകൾ. സാധാരണ ജനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാനും കർഷകർക്ക് നേരിട്ട് കച്ചവടം ചെയ്യാനും ഇത്തരം ചന്തകൾ അവസരമൊരുക്കി. രാജ്യത്തിൻ്റെ തന്നെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ദിവസചന്തകൾ. കർഷകർക്ക് വളരെ കുറഞ്ഞ കപ്പം കിട്ടിക്കൊണ്ട് അവിടെ കച്ചവടം നടത്താമായിരുന്നു. ഇടനിലക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഇത് കർഷകരെ രക്ഷിച്ചു. അന്യദേശ കച്ചവടക്കാർക്ക് സ്വദേശികളേക്കാൾ കപ്പം കൂടുതൽ നൽകേണ്ടി വന്നിരുന്നു. സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്ന സമയത്താണ് അമരേന്ദ്രനും കൂട്ടുകാരിയും അവിടെ എത്തിയത്. ചന്തയുടെ കവാടത്തിൽ നിന്ന് ഔഷധ സസ്യങ്ങൾ വിൽക്കുന്ന ഭാഗത്തേക്കുള്ള വീതി പകുതി പിന്നിട്ടപ്പോൾ തന്നെ എന്തോ ഒരു അപായ സൂചന അമരേന്ദ്രന്റെ മനസ്സിനെ ഗ്രസിച്ചിരുന്നു. ചന്തയുടെ പല ഭാഗങ്ങളിലായി കാവൽ ഭടന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും കച്ചവടത്തിനോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോ അല്ലെന്ന് തോന്നിക്കുന്ന ചിലർ സംശയാസ്പദമായി അമരേന്ദ്രനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഒറ്റുകാരായിരിക്കും എന്ന് അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി. നമസ്കാരം യുവരാജൻ. നമസ്തേ മാധുരി ദേവി. പിന്നിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു. ദിവസചന്തയുടെ മുഖ്യ കാവൽക്കാരൻ സേനാപതിയായിരുന്നു അത്. ഞാൻ സേനാപതി, ദിവസചന്തയുടെ മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അങ്ങിവിടേക്ക് വരുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ കൊട്ടാരം മുതൽ തന്നെ കാവൽക്കാർ അങ്ങയെ അനുഗമിക്കുമായിരുന്നല്ലോ. അത് സാരമില്ല സേനാപതി. അങ്ങയെ ഞാൻ പലപ്പോഴും കൊട്ടാരത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാവുന്നതാണ്, അമരേന്ദ്രൻ സേനാപതിയെ അറിയിച്ചു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങയുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ഞങ്ങൾ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് യുവരാജൻ. അങ്ങേക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളാം. ഇതും പറഞ്ഞുകൊണ്ട് സേനാപതി പിൻവാങ്ങി. എന്നാൽ ചന്തയിലെ സാഹചര്യം അത്ര പന്തിയല്ലെന്ന് മാധുരിക്കും തോന്നി തുടങ്ങിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ അങ്കുലീയത്തിൽ നിന്ന് അമരേന്ദ്രന് മാത്രം കേൾക്കാൻ കഴിയുന്ന വരുണമിത്രന്റെ ശബ്ദമുയർന്നു. താങ്കളുടെ ഉൾക്കാഴ്ച വളരെ ശരിയാണ് കുമാര. ഇവിടെ ആകെ ഒരു അശുഭലക്ഷണം കാണുന്നുണ്ടല്ലോ. എന്തായാലും ജാഗരൂകനായിരിക്കുക. നമ്മുടെ ഔഷധക്കൂട്ട് ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ എത്തരുത്. കുമാരന് പിന്നാലെയുള്ള ശത്രുക്കളുടെ നോട്ടങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. സന്ദർഭോചിതമായി പ്രവർത്തിക്കുക. വരുണമിത്രന്റെ താക്കീതുകൂടി കേട്ടുകഴിഞ്ഞപ്പോൾ അമരേന്ദ്രൻ കൂടുതൽ ശ്രദ്ധാലുവായി. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഔഷധക്കൂട്ടുകൾക്ക് വേണ്ട ഔഷധ സസ്യങ്ങൾ വാങ്ങി മാധുരിയെ ഏൽപ്പിച്ചു. ഒപ്പം ഒരു മാണിക്കക്കല്ലും. മാധുരി, എനിക്കെന്തോ പന്തികേട് മണക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോവുക. ഞാൻ പിന്നാലെ ഉണ്ടാകും. അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കണ്ടോ? അവർ ചാരന്മാരാണോ എന്നൊരു സംശയം. ഞാനൊന്ന് പരിശോധിക്കട്ടെ. ചന്തയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അധികം ആൾത്തിരക്കില്ലാത്ത പാതയിലൂടെ വേണം നീ പോകാൻ. പെട്ടെന്ന് തന്നെ പോവുക. നമ്മൾ സുരക്ഷിതരല്ല. ഒരു കാരണവശാലും ഈ സഞ്ചി ശത്രുക്കളുടെ കയ്യിൽ എത്തരുത്. ഇതും പറഞ്ഞ് അമരേന്ദ്രൻ ധൃതിയിൽ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു. അമര, നിന്നെ ഇവിടെ തനിച്ചു വിട്ട് ഞാൻ പോകില്ല. നമുക്ക് ഒരുമിച്ച് പോകാം. നീ എന്നെ നിർബന്ധിക്കരുത്, മാധുരി കേഴുന്നതുപോലെ പറഞ്ഞു. ഇല്ല മാധു, എനിക്കൊന്നും സംഭവിക്കില്ല. നീ ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിന്റെ പുറകിൽ തന്നെയുണ്ട്. വേഗമാവട്ടെ. അമരേന്ദ്രൻ തിടുക്കം കൂട്ടി. മനസ്സില്ലാ മനസ്സോടെ മാധുരി പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു. ചന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ അമരേന്ദ്രൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അവിടെ നിന്ന് മാധുരി പോയ വഴിയിലേക്കുള്ള കുറുക്ക് വഴിയിലേക്ക് കയറാമെന്ന് അമരേന്ദ്രൻ കണക്കുകൂട്ടി. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. ഔഷധ സസ്യങ്ങളുമായി തനിച്ചു നീങ്ങിയ മാധുരിക്ക് മുന്നിൽ ഒരാൾ ചാടി വീണു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ മാധുരി ഭയന്ന് 2 ചുവടുകൾ പിന്നോട്ടു മാറി. ആളൊഴിഞ്ഞ ആ പാതയിൽ മാധുരിയും അയാളും മാത്രമായി. ആളൊഴിഞ്ഞ ആ പാതയിൽ മാധുരിയും അയാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. മാധുരി അയാളെ നന്നായി ഒന്ന് വീക്ഷിച്ചു. വാസുകിയുടെ ചാരനായിരുന്നില്ല അയാൾ. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ആ ആജാനുബാഹു മാധുരിക്ക് മുമ്പിൽ പന പോലെ നിൽക്കുന്നു.
തന്റെ മുന്നിലേക്ക് ചാടി വീണ ആ അജ്ഞാതൻ തനിക്ക് പരിചിതനാണെന്ന് കണ്ടതും ഒരു നിമിഷത്തെ ഞെട്ടലിൽ നിന്നും മാധുരി മുക്തയായി. നീയോ കടകരാജവംശത്തിലെ യുവരാജാവല്ലേ നീ, വിക്രമാർജുനൻ? എന്തിനാണ് നീ എന്റെ വഴിമുടക്കുന്നത്? വഴിയിൽ നിന്നും മാറി നിൽക്ക്. മാധുരി അയാളോട് ആജ്ഞാപിച്ചു. ഓഹോ, നിനക്കെന്നെ അറിയാമല്ലേ? നന്നായി. നിന്നെപ്പോലുള്ള തരുണീമണികൾക്ക് ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പ്രത്യേക കമ്പമുണ്ടെന്നറിയാം. നീ തനിച്ചു പോകേണ്ട, ഒരു കൂട്ടിന് ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് ചെന്ന് സാധനങ്ങൾ വാങ്ങാം. എന്താ? ഒരു വഷളം ചിരിയോടെ വിക്രമാർജുനൻ മാധുരിയെ നോക്കി പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് മാധുരിക്ക് കോപം നുരഞ്ഞു പൊന്തി. എന്റെ കൂടെ വരാൻ നിന്നെ ഞാൻ ക്ഷണിച്ചിട്ടില്ല വിക്രമ. വഴിയിൽ നിന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞത്. മാധുരി ഉഗ്രകോപത്തോടെ അവനോട് പറഞ്ഞു. ബഹുമാനമില്ലാതെ മാധുരി തന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വിക്രമാർജുനന്റെ ഉള്ളിൽ കോപം തിളച്ചു. എന്നാൽ അത് പുറത്തു കാണിക്കാതെ അവൻ അവന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു വള പുറത്തെടുത്തുകൊണ്ട് മാധുരിയോട് പറഞ്ഞു. ഇത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് തേടി അലഞ്ഞ് വാങ്ങിയതാണ് രത്നങ്ങൾ പതിപ്പിച്ച ഈ വള. ഇതുപോലൊന്നും നീ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടു കാണില്ല. ഇത് നിന്റെ കൈകൾക്ക് നന്നായി ഇണങ്ങും. ഇതാ. മാധുരിക്ക് വിക്രമന്റെ ആവശ്യം നിരസിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ആ വളയിൽ പതിപ്പിച്ച കുഞ്ഞു കുഞ്ഞു രത്നങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. വളരെ അപൂർവവും സവിശേഷവുമായ രത്നങ്ങളാണ് അവയെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും പറയാൻ സാധിക്കും. അവ കണ്ടതും മാധുരിയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നു. സംസാരിച്ചു നിൽക്കാതെ ഈ വള വാങ്ങിയേക്കാം. ഇതിലെ വിശേഷപ്പെട്ട രത്നങ്ങൾക്ക് ചിലപ്പോൾ അമരേന്ദ്രന്റെ ശക്തി തിരികെ നൽകാൻ കഴിഞ്ഞേക്കും. എന്തോ ചിന്തയിൽ മുഴുകിക്കൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന വളയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന മാധുരിയുടെ മുഖം കണ്ടതും വിക്രമാർജുനൻ അവളെ നോക്കി അഭിമാനത്തോടെ മന്ദഹസിച്ചു. എന്താണ് മാധുരി ഇത്ര ആലോചിക്കാൻ? കടകരാജവംശം അത്ര മോശമല്ലെന്ന് നിനക്കറിയാമല്ലോ. ഈ പാഞ്ചാല ദേശത്തെ പ്രധാനപ്പെട്ട 2 രാജവംശങ്ങളാണല്ലോ നമ്മൾ. എന്തിനു ചിന്തിച്ചു നിൽക്കുന്നു? ഇത് നിന്റെ മനോഹരമായ കൈകളിൽ അണിയോ, ഞാനതൊന്ന് കാണട്ടെ. വിക്രമാർജുനൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. ആ വളയിൽ പതിപ്പിച്ച രത്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന മാധുരി അവന്റെ വാക്കുകൾ കേട്ടതുപോലുമില്ല. ആ വള സ്വീകരിക്കാനായി അവൾ തന്റെ കൈ മുന്നോട്ട് നീട്ടി. എന്നാൽ അതേ നിമിഷം പെട്ടെന്നൊരു കൈ മാധുരിയുടെ കയ്യിൽ മുറുകി. അത് അമരേന്ദ്രനായിരുന്നു. അമരേന്ദ്രൻ പെട്ടെന്ന് എവിടെ നിന്നാണ് അങ്ങോട്ട് വന്നതെന്ന് മാധുരിക്കും വിക്രമാർജുനനും മനസ്സിലായില്ല. ആ വള സ്വീകരിക്കുന്നതിൽ നിന്നും അമരേന്ദ്രൻ അവളെ വിലക്കി. നീ ഈ വള സ്വീകരിക്കുകയാണോ? ഇവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? ദേഷ്യത്തോടെ ചോദിച്ച അമരേന്ദ്രൻ ഉടൻ വിക്രമാർജുനന് നേരെ തിരിഞ്ഞു. നിന്റെ ഒരു സമ്മാനം, കൊണ്ടുപോയിക്കോളൂ. അത് നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് നൽകിയാൽ മതി. അത് മാധുരിക്ക് അതിന്റെ ആവശ്യമില്ല. തനിക്കും മാധുരിക്കുമിടയിൽ അമരേന്ദ്രൻ വന്ന് നിൽക്കുന്നത് കണ്ട വിക്രമാർജുനന്റെ കോപം സകല അതിരുകളും ഭേദിച്ചു. എന്നാൽ മാധുരി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അല്പമൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മാധുരിക്ക് ഇഷ്ടമാണെങ്കിൽ ആ വള ഞാൻ സമ്മാനിച്ചിരിക്കും. അതിനിടയിൽ കയറാൻ നീ ആര്? അത് കേട്ടതും അമരേന്ദ്രന്റെ മുഖത്ത് പുച്ഛരസം വിരിഞ്ഞു. സ്ത്രീജനങ്ങൾക്ക് നീ ഇതുപോലെ സമ്മാനങ്ങൾ നൽകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മാധുരിയോട് വേണ്ട. ഇനിയും അവളെ സമ്മാനത്തിന്റെ പേരും പറഞ്ഞ് സമീപിച്ചാൽ പിന്നെ നിന്റെ പ്രാണൻ നീ ശരീരത്തിൽ കാണില്ല. അമരേന്ദ്രൻ ഉറച്ച ശബ്ദത്തോടെ വിക്രമാർജുനനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും വിക്രമാർജുനന്റെ കണ്ണുകൾ രക്തമയമായി. സന്ദർഭം മോശമായെന്ന് മനസ്സിലാക്കിയ കടകരാജവംശത്തിലെ ഭടന്മാർ തൊട്ടടുത്ത നിമിഷം അമരേന്ദ്രനെയും മാധുരിയെയും വളഞ്ഞു. അത് കണ്ടതും അമരേന്ദ്രൻ കോപം കൊണ്ട് ജ്വലിച്ചു. അല്പമൊന്ന് അടങ്ങൂ അമരേന്ദ്ര. മോതിരത്തിന്റെ അകത്തു നിന്നും വരുണമിത്രൻ അമരേന്ദ്രനോട് പറഞ്ഞു. മഹാചക്ര പരീക്ഷയിൽ കേവലം 3 നക്ഷത്രങ്ങൾ നേടിയ നീയാണോ എന്നെ വെല്ലുവിളിക്കുന്നത്? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. മൂഷികൻ മാർജാറിനെ ഭീഷണിപ്പെടുത്തുന്നു. വിക്രമാർജുനൻ അമരേന്ദ്രനെ നോക്കി പരിഹസിച്ചു. അത് കേട്ട് ചുറ്റും കൂടി നിന്ന വിക്രമാർജുനന്റെ കൂട്ടാളികൾ ആർത്തു ചിരിച്ചു. അപമാനഭാരത്താൽ അമരേന്ദ്രന്റെ കോപം ഇരട്ടിച്ചു. വിക്രമാർജുനനോട് അമരേന്ദ്രൻ എന്തോ പറയാൻ തുടങ്ങിയതും വീണ്ടും വരുണമിത്രന്റെ വാക്കുകൾ അമരേന്ദ്രന്റെ കാതുകളിൽ അലയടിച്ചു. ഒരു നിമിഷം നിൽക്കൂ കുമാരാ. ഇവനല്ല നിന്റെ ശത്രു. ഇവരാരും നിന്റെ ശത്രുക്കളല്ല. നിന്റെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുത്ത് നിന്റെ യഥാർത്ഥ ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നതാണ് നിന്റെ ലക്ഷ്യം. നീ ഇപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട സമയമാണിത്. നിന്റെ ദേഷ്യം നിയന്ത്രിച്ച് ഇവിടെ നിന്ന് പോകൂ അമരേന്ദ്ര. തന്റെ ഗുരുജിയുടെ വാക്കുകൾ അനുസരിച്ച് അമരേന്ദ്രൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. മാധുരി അവനെ അനുഗമിച്ചു. തലയും താഴ്ത്തി ഇരുവരും അവിടെ നിന്നും നടന്നു നീങ്ങുന്നത് കണ്ട് വിക്രമാർജുനൻ വീണ്ടും അവരെ നോക്കി എന്തൊക്കെയോ പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവന്റെ കൂട്ടാളികൾ ആർത്തു ചിരിച്ചു. അപമാനഭാരത്താൽ തലയും താഴ്ത്തിക്കൊണ്ട് മാധുരിയും അമരേന്ദ്രനും അതിവേഗത്തിൽ കൊട്ടാരത്തിലേക്ക് നടന്നു. ഇരുവരും അവിടെ നിന്നും പോകുന്നത് കണ്ടപ്പോൾ വാസുകി അയച്ച ചാരൻ രഹസ്യമായി അവരെ പിന്തുടർന്നു. കൊട്ടാരത്തിലെത്തിയ അമരേന്ദ്രൻ നേരെ അവന്റെ അറയിലേക്കാണ് ചെന്നത്. അറയിൽ കയറിയതും അവൻ വാതിലടച്ചു. ഇനിയും ഞാൻ എന്തൊക്കെ അപമാനങ്ങൾ സഹിക്കണം? എനിക്ക് മതിയായി. ഈ നിമിഷം ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയിരുന്നെങ്കിൽ ഈ അപമാനമൊന്നും എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. മറ്റുള്ളവരുടെ പരിഹാസശരങ്ങൾക്ക് മുമ്പിൽ ഓരോ നിമിഷവും അപമാനഭാരത്താൽ കുനിക്കേണ്ടി വരുന്ന തന്റെ തല അറയുടെ ചുവരിൽ അമരേന്ദ്രൻ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് മോതിരത്തിൽ മയങ്ങുകയായിരുന്ന വരുണമിത്രൻ ഉണർന്നു. കുമാരാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അരുത്. വരുണമിത്രൻ അമരേന്ദ്രനെ വിലക്കി. ഗുരുജി, അങ്ങ് കണ്ടില്ലേ, ഇനിയും എത്ര നാളും ഞാൻ ഈ അപമാനങ്ങൾ സഹിക്കണം?
അതിനായി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ അമരേന്ദ്രൻ വരണമിത്രനോട് ആരാഞ്ഞു. അമരേന്ദ്ര, പരിഹസിക്കുന്നവർ ഭീരുക്കളാണ്. അവരെ അവരുടെ പാട്ടിന് വിടുക. നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വരണമിത്രന്റെ വാക്കുകൾ കേട്ടതും അമരേന്ദ്രന് അല്പം ആശ്വാസം തോന്നി. എപ്പോഴാണ് അങ്ങനെ പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നത്? നമുക്ക് സമയം പാഴാക്കാതെ ഇപ്പോൾ തന്നെ പരിശീലനം ആരംഭിക്കാം. അമരേന്ദ്രൻ തന്റെ മോതിരത്തിലേക്ക് നോക്കിക്കൊണ്ട് വിഷാദപൂർവ്വം പറഞ്ഞു. ഉടനെ മോതിരത്തിൽ നിന്നും വരണമിത്രൻ പുറത്തേക്ക് വന്നു. പരിശീലിക്കാനുള്ള നിന്റെ ഈ ഉത്സാഹം എനിക്ക് സന്തോഷം നൽകുന്നു കുമാര. ആദ്യം നമുക്ക് അമൃതധാര തയ്യാറാക്കണം. വരൂ, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം. അതിനായി ആദ്യം ഒരു വലിയ പാത്രത്തിൽ തിളച്ച ജലം കൊണ്ടുവരിക. ആജ്ഞാസ്വരത്തിൽ വരണമിത്രൻ അമരേന്ദ്രനോട് കൽപ്പിച്ചു. വൈകാതെ അമരേന്ദ്രൻ ഒരു വലിയ പാത്രത്തിൽ തിളച്ച ജലവുമായി അവിടേക്ക് വന്നു. ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഔഷധസസ്യങ്ങളിൽ ചിലതെടുത്ത് വരണമിത്രൻ ആ തിളച്ച ജലത്തിലേക്കിട്ടു. ആ ഔഷധസസ്യങ്ങൾ ഓരോന്നായി ജലോപരിതലം തൊട്ടതും പതിയെ ജലത്തിന്റെ നിറം മാറാൻ തുടങ്ങി. പെട്ടെന്ന് അമരേന്ദ്രന്റെ കട്ടിലിനും ജാലകത്തിനുമിടയിൽ ഒരു വിടവ് പ്രത്യക്ഷമായി. ആ വിടവിൽ വരണമിത്രൻ ധ്യാനനിമഗ്നനായിരുന്നു. അമരേന്ദ്രൻ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് വരണമിത്രൻ അവനെ നോക്കി ആജ്ഞാപിച്ചു. നീ എന്താ ഈ നോക്കി നിൽക്കുന്നത് കുമാര? വരൂ, എന്റെ മുന്നിൽ വന്ന് ഉപവിഷ്ടനാകൂ. അമരേന്ദ്രൻ അത് കേട്ട് ധ്യാനത്തിലെന്ന പോലെ വരണമിത്രന്റെ മുമ്പിൽ കണ്ണുകൾ അടച്ചിരുന്നു. അല്പം കഴിഞ്ഞതും ധ്യാനത്തിൽ മുഴുകിയിരുന്ന വരണമിത്രന്റെ വലതു കൈത്തലത്തിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയരാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം വരണമിത്രൻ തന്റെ ഇടത് കൈ വലത് കൈത്തലത്തിന് മുകളിൽ വെച്ചതും അഗ്നിജ്വാലകൾ പുറപ്പെട്ടുകൊണ്ടിരുന്ന വലത് കൈത്തലത്തിലെ അഗ്നി അണഞ്ഞു. എല്ലാം കണ്ട് അത്ഭുതവിവശനായി അമരേന്ദ്രൻ ഇരുന്നു. ഉടനെ വരണമിത്രൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. കുമാര, ഇത് പ്രാരംഭഘട്ടത്തിലെ പരിശീലനം മാത്രമാണ്. ഇനി ഇത് നീ ചെയ്താലും നിന്റെ കണ്ണുകളടച്ച് നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. വരണമിത്രൻ അമരേന്ദ്രനെ നോക്കി പറഞ്ഞു. തന്റെ ഗുരുജിയുടെ വാക്കുകൾ കേട്ട് അമരേന്ദ്രൻ കണ്ണുകൾ അടച്ചു. വരണമിത്രൻ അവന് ചൊല്ലിക്കൊടുത്ത മന്ത്രശീലുകൾ അവന് ഉരുവിടാൻ തുടങ്ങി. എന്നാൽ തന്റെ കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ഉരുവിടുന്ന നേരത്ത് കൊട്ടാരത്തിൽ എല്ലാവർക്കും മുമ്പിൽ വെച്ച് വാസുകി അവനെ അപമാനിച്ചതാണ് അമരേന്ദ്രന് ഓർമ്മ വന്നത്. അതോർത്തപ്പോൾ അവന്റെ മനസ്സിൽ കോപം ജ്വലിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ധ്യാനനിമഗ്നനായിരിക്കുന്ന അമരേന്ദ്രന്റെ വലത് കൈത്തലത്തിൽ തീജ്വാല പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചു. നിമിഷം ചെല്ലുന്തോറും ജ്വാലയുടെ വലിപ്പം ഏറി വരാൻ തുടങ്ങി. ഇനി നീ അഗ്നി അണയ്ക്കണം അമരേന്ദ്ര. നിന്റെ വലത് കൈത്തലത്തിൽ ഇടത് കൈത്തലം ചേർത്ത് വെച്ച് നിന്റെ ചിന്തകളെ നിയന്ത്രിക്കൂ. വരണമിത്രൻ പറഞ്ഞു. അമരേന്ദ്രൻ ഗുരുജി പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. അവൻ തന്റെ ഇടത് കൈപ്പത്തി വലത് കൈത്തലത്തിൽ അമർത്തി. എന്നാൽ ആ അഗ്നി അണഞ്ഞില്ല. പകരം ജ്വാല കൂടുതൽ ഉയരുകയാണ് ചെയ്തത്. അവന്റെ കൈകൾ കടന്ന് അവർക്ക് ചുറ്റും ആ ജ്വാല പടരാൻ തുടങ്ങി. അമരേന്ദ്രന്റെ ചുറ്റും അഗ്നി നിറഞ്ഞു. ഒന്നും കത്തി നശിക്കുന്നില്ലെങ്കിലും ജ്വലിക്കുന്ന ആ അഗ്നിയുടെ താപം അവരെ ചുട്ടുപൊള്ളിച്ചു. വരണമിത്രനുടനെ അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് ആ അഗ്നി അണച്ചു. നിന്റെ മനസ്സിൽ വല്ലാത്തൊരു കോപം ജ്വലിക്കുന്നുണ്ട് അമരേന്ദ്ര. അതാണ് നിന്റെ കയ്യിൽ അഗ്നിയായി പ്രത്യക്ഷപ്പെട്ടത്. നീ അത് നിയന്ത്രിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ അഗ്നി അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നിയന്ത്രണ വിധേയമല്ലാത്ത ശക്തി ഉപയോഗശൂന്യമാണ് കുമാര. നീ ഒരിക്കൽ കൂടി ശ്രമിക്കൂ, ഗുരുജി പറഞ്ഞു. അമരേന്ദ്രൻ അതിനായി ഒരിക്കൽ കൂടി ശ്രമിച്ചു. ഇത്തവണ തന്റെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാലും താൻ വാസുകിയെക്കുറിച്ച് ഓർക്കില്ലെന്ന് അവൻ മനസ്സിൽ കരുതി. അവൻ വീണ്ടും കണ്ണുകളടച്ച് മന്ത്രം ഉരുവിടാൻ തുടങ്ങി. എന്നാൽ അവൾ തനിക്ക് വരുത്തിവെച്ച അപമാനം വീണ്ടും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എല്ലാം ഓർമ്മയിലെത്തിയപ്പോൾ ക്രോധം കൊണ്ട് അവന്റെ ശരീരം തിളച്ചു മറിഞ്ഞു. അവന്റെ ശരീരത്തിലെ സർവ്വദിശയിലേക്കും രക്തം കുതിച്ചു പാഞ്ഞു. വരണമിത്രൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ അമരേന്ദ്രൻ ഇരുന്നിടത്ത് നിന്നും മറിഞ്ഞ നിലത്തേക്ക് വീണു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആശങ്കയോടെ വരണമിത്രൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അമരേന്ദ്രൻ എഴുന്നേറ്റ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. വരണമിത്രൻ ഭയന്നുപോയി. അവന്റെ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അമരേന്ദ്രനെ പരിശീലിപ്പിക്കുകയായിരുന്നു ഗുരുജി. എന്നാൽ ഒന്നും ഫലപ്രദമായില്ല. അവസാനം ബോധമറ്റ് അമരേന്ദ്രൻ മയങ്ങി വീണു. ഇതൊരു സാധാരണ പരിശീലനം മാത്രമായിരുന്നല്ലോ. അസാധാരണമായ യാതൊരു ഫലസ്ഥിതിയും ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെ സംഭവിക്കാൻ മാത്രം എന്തുപറ്റി? അമരേന്ദ്ര, എഴുന്നേൽക്കൂ, നിന്റെ കണ്ണുകൾ തുറക്കൂ. വരണമിത്രൻ ആശങ്കയോടെ അമരേന്ദ്രനെ വിളിച്ചു. ഇത്ര നേരവും ക്രമാതീതമായി പുറപ്പെട്ടിരുന്ന അവന്റെ ശ്വാസം ഇപ്പോൾ മന്ദഗതിയിലായി. വരണമിത്രൻ അവന്റെ ശരീരത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആശങ്കയോടെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അദ്ദേഹം തന്റെ ഇരു കൈകളും വിടർത്തിപ്പിടിച്ചതും അവയ്ക്കിടയിൽ ഒരു വെളുത്ത പുക രൂപപ്പെട്ടു. ആ പുക കൊണ്ട് അദ്ദേഹം അമരേന്ദ്രന്റെ ശരീരത്തെ ആകമാനം ഒഴിഞ്ഞു. എന്നാൽ ഒരു മാറ്റവും ദൃശ്യമായില്ല. വളരെ പതുക്കെയായിരുന്നു അമരേന്ദ്രന്റെ ശ്വാസഗതി. ഒരു ശ്വാസത്തിനും മറ്റൊന്നിനുമിടയിൽ വളരെ വലിയ അകലമുണ്ടായിരുന്നു. അമരേന്ദ്രൻ ഇനി ശ്വസിക്കില്ലേ? വരണമിത്രൻ വല്ലാതെ ഭയന്നു. നൂലുപോലെ നേർത്ത് വരുന്ന അമരേന്ദ്രന്റെ ശ്വാസത്തെ പിടിച്ചു നിർത്താൻ ഇനി എന്താണ് വഴിയെന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റും നോക്കിയ വരണമിത്രൻ നേരത്തെ തയ്യാറാക്കി വെച്ച അമൃതധാര കണ്ടു. അതെ, ഇനി അത് മാത്രമാണ് വഴി. വരണമിത്രൻ എഴുന്നേറ്റ് അമൃതധാരയുടെ അടുത്തേക്ക് ചെന്നു. ദിവ്യ ഔഷധങ്ങൾ നിറഞ്ഞ ആ ജലധാര കോരിയെടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം അത് അമരേന്ദ്രന്റെ ശരീരത്തിൽ പുരട്ടാൻ തുടങ്ങി. ഇനി മറ്റൊരു വഴിയും എന്റെ മുമ്പിലില്ല. അമൃതധാരയ്ക്കും ഇവനെ ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെയെല്ലാം വിധിയാണ്.
ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് വരുണമിത്രൻ ആശങ്കയോടെ അമൃതധാര അമരേന്ദ്രന്റെ ദേഹത്ത് പകർന്നുകൊണ്ടിരുന്നു. ഓരോ തവണ ആ പാനീയം ദേഹത്ത് പകരുമ്പോഴും അവന്റെ ശ്വാസഗതി നേരെയാവുന്നത് വരുണമിത്രനിൽ ആശ്വാസം ജനിപ്പിച്ചു. കുറച്ചു നേരത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അമരേന്ദ്രന്റെ ശരീരത്തിൽ നല്ല ചില മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതായി വരുണമിത്രന് മനസ്സിലായി. അവന്റെ ഹൃദയമിടിപ്പും ശ്വാസഗതിയും മെല്ലെ മെല്ലെ സാധാരണ നിലയിലാവാൻ തുടങ്ങി. ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പോടെ വരുണമിത്രൻ അമരേന്ദ്രനെ പതിയെ നിലത്ത് വിരിച്ച പരവതാനിയിലേക്ക് മലർത്തിക്കിടത്തി. പിന്നെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അമൃതധാരയുടെ ഫലങ്ങൾ വേഗത്തിലാക്കാൻ തുടങ്ങി. അമരേന്ദ്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഗുരുനാഥന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇനി വിഷമിക്കേണ്ടതില്ല അമരേന്ദ്ര. ഇപ്പോൾ മുതലിതാ നിന്റെ ജീവിതത്തിലെല്ലാം മാറാൻ പോവുകയാണ്. നിന്റെ ഭാവി ജീവിതം നിന്നെ കാത്തിരിക്കുന്നു കുമാര. ഇനിയെല്ലാം നിന്റെ കൈകളിലാണ്. നിന്റെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ ഈ ഗുരുനാഥൻ ഒരു മാർഗദർശിയായി വന്നെന്നു മാത്രം. ഇനി ശരിയായ പാത തിരഞ്ഞെടുക്കാനും അതിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിക്കാനുമുള്ള തീരുമാനം നിന്റെ കൈകളിൽ ഭദ്രം. അമരേന്ദ്ര, ഇനി ഈ മയക്കത്തിൽ നിന്നും നീ ഉണരുമ്പോൾ നീ തീർത്തും ഒരു പുതിയ യോദ്ധാവായിട്ടായിരിക്കും ഉണരുക. ജീവിതം നിനക്കിനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല കുമാര. ജയിക്കാൻ തയ്യാറായിക്കൊണ്ട് നീ നാളത്തെ പ്രഭാതത്തെ പുൽകുക. അമൃതധാരയുടെ സ്പർശമേറ്റ് മയങ്ങിക്കിടന്ന അമരേന്ദ്രനെ നോക്കി വരുണമിത്രൻ ആശംസിച്ചു. നാളത്തെ പ്രഭാതം അത് അമരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു. ആ നിദ്രയിൽ നിന്നും അദ്ദേഹം ഉണരുമ്പോൾ പുതിയൊരു ലോകമായിരിക്കുമോ അതോ പഴയതിനേക്കാൾ പേടിപ്പിക്കുന്ന ഭാവിയായിരിക്കുമോ അമരേന്ദ്രനെ കാത്തിരിക്കുന്നതെന്ന് വരുണമിത്രനുൾപ്പെടെ ആർക്കും അറിയില്ലായിരുന്നു. കേൾക്കൂ പോക്കറ്റ് എഫും ഓഡിയോ സീരീസായ യോദ്ധ.